Good evening. Good evening. Uh, വിഷ്ണു അല്ലേ? വിഷ്ണു ജസ്റ്റ് ഒന്ന് ഇൻട്രോ അതെ അതെ. ചെയ്യാമോ? ഓക്കെ, 1 second. ഓക്കെ. യെസ്, ട്രിവാൻഡ്രത്തു നിന്നാണ്. ഡിഗ്രി BSc ആയിരുന്നു. PG MCA കഴിഞ്ഞതാണ്. ഓക്കെ. അത് വർക്ക് കഴിഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടോ? വർക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ച് നാൾ സെയിൽസിലുണ്ടായിരുന്നു. ലൈക്ക് ഓക്കെ. കുറച്ച് കൺസൾട്ടൻ്റ് വർക്ക് ചെയ്തു. പിന്നെ ഒരു 3 to 4 കമ്പനീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാനിങ്ങോട്ട് സ്വിച്ച് ചെയ്തത്. റെഡ് ടീമിൽ വർക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. CPT+CES ചെയ്തു. CH അപ്പോൾ കഴിഞ്ഞതാണ്. CES കഴിഞ്ഞതാണ്. ഓക്കെ ഓക്കെ. രാഹുൽ സാറായിരുന്നു ട്രെയിനർ. ഓ ഓ ഓക്കെ ഓക്കെ. ഇപ്പോ ഓക്കെ. വർക്കിംഗ് ആണോ? അല്ല അല്ല അല്ല. ഓക്കെ ഫൈൻ. സ്റ്റോക്ക് നോക്കിയിട്ടുണ്ടോ എന്തെങ്കിലും? ആക്ച്വലി സോഫ്റ്റ്വെയർ വീക്ക് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ കോഴ്സ് എടുക്കാന്ന് വിചാരിച്ചത്. കാരണം കൂടുതലും ഓപ്പണിങ്സ് വരുന്നത് സോഫ്റ്റിലാണെന്ന് അറിഞ്ഞു. അപ്പം ഞാൻ സോഫ്റ്റ് വലിയത് ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഓക്കെ ഫൈൻ ആ ഫൈൻ. ഈ റെഡ് ടീമിൽ ഏതൊക്കെ എന്താ പഠിച്ച? CPT ആൻഡ് CH അല്ലേ? ഓക്കെ ഫൈൻ. ഒരു മിനിറ്റ്, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ. ഓക്കെ, സ്ക്രീൻ കാണുന്നല്ലേ? യാ ഷുവർ. ഓക്കെ. ഇതാണ് നമ്മളുടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിലബസ് ആണ് ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇതിൽ കവർ ചെയ്യുന്ന ടൂൾ എന്ന് പറയുന്നത് സ്പ്ലങ്ക് ആയിരിക്കും മെയിൻ ആയിട്ട് കവർ ചെയ്യുന്നുണ്ടായിരിക്കാം. അതിന് ഓക്കെ. പുറമെ നമുക്ക് വേണ്ട ചെറിയ ചെറിയ ടൂൾസും കൂടി നമ്മൾ കവർ ചെയ്യും. പിന്നെ ഇപ്പോൾ ഓക്കെ. ഒഫൻസീവ് സൈഡിൽ പഠിച്ചത് വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കി. ഒരുപാട് മെഷീൻസ് ക്രാക്ക് ചെയ്യാനായിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇപ്പം ട്രൈ ഹാക്ക് മീ അല്ലെങ്കിൽ എന്താ ഹാക്ക് ദ ബോക്സ്, അങ്ങനെ ഓരോ ലാബുകളൊക്കെ നമുക്ക് ചെയ്യാനായിട്ടുണ്ടായിരിക്കും. ഇന്റർവ്യൂവിന് ഇപ്പോൾ പോകുമ്പോൾ തന്നെ നമ്മളോട് കുറച്ച് വാസ്പ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അറ്റാക്ക് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതേപോലെ തന്നെ നമുക്ക് മെഷീൻ ടെസ്റ്റ് ഒക്കെ തരുന്നുണ്ടായിരിക്കും. പക്ഷേ മെഷീൻ ടെസ്റ്റ് ഉണ്ടോ? മെഷീൻ ടെസ്റ്റ് ഓക്കെ. ഉണ്ടായിരിക്കും. ചിലപ്പോൾ വല്ല ബോക്സ് ക്രാക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ചിലപ്പോൾ മെഷീൻ ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു വരും. ഓക്കെ. ഒഫൻസീവ് VAPTയുടെ റെഡ് ടീമിന്റെ. ഓക്കെ. ആ ഒഫൻസീവ് റെഡ് ടീമിൽ. പക്ഷേ ഓക്കെ. ഡിഫെൻസീവ് സൈഡ് വരുമ്പോൾ ഇതിൽ നമുക്ക് മെഷീൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം വരത്തില്ല. പകരം നമ്മളോട് കംപ്ലീറ്റ്ലി ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം. ഒരു അറ്റാക്ക് വന്നു ഓക്കെ. കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ സ്റ്റെപ്പുകളായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക, അങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു എൻ്റെ സ്റ്റോറി പോലെ നമ്മൾ പറയേണ്ടതായിട്ട് വരും. ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞു, അടുത്തത് എന്ത് ചെയ്തു, അങ്ങനെ അത് ക്ലോസ് ആവുന്ന വരെ എന്തൊക്കെ നടന്നു എന്നുള്ളത് ഒരു സ്റ്റോറി പോലെ പറയണം. അപ്പോൾ ആ സ്റ്റോറി ബിൽഡ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ആണ് നമ്മൾ ഇതിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് മെയിനായിട്ട്. ഓക്കെ. 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 സോ പിന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ഈ ട്രൈ ഹാക്മിയിൽ തന്നെ ലാബുകളുണ്ട്. അതേപോലെ തന്നെ വേറെ ലെറ്റ്സ് ഡിഫെൻഡ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ അതിലോട്ട് നമ്മൾ പോകേണ്ട, അത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും നോക്കുന്നുണ്ടായിരിക്കാം. ആദ്യം തന്നെ നമുക്ക് വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളതാണ് പഠിച്ചെടുക്കേണ്ടത്. ഓക്കെ. ഓക്കെ. സോ ഇത് സിലബസ്. ദെൻ ഇതിൽ നമ്മളിപ്പോൾ ഓരോ മൊഡ്യൂൾസ് കഴിയും തോറും ഞാൻ ക്വസ്റ്റ്യൻസ് അയച്ചുതരും. അതേപോലെ തന്നെ ആൻസേഴ്സും അയക്കുന്നുണ്ടായിരിക്കും. നമ്മൾ മോക്ക് ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ PDF അയക്കും. അതിനനുസരിച്ച് നിങ്ങൾ വീക്കെൻഡ്സിലായിരിക്കും കൂടുതലും, സാറ്റർഡേസ് ആൻഡ് സൺഡേസിലായിരിക്കും മോക്ക് വെക്കുന്നുണ്ടായിരിക്കുക. നിങ്ങൾ എപ്പോഴാണോ ഓക്കെ ആവുന്ന ടൈം ആ ഒരു ടൈമിൽ മെൻഷൻ ചെയ്തിട്ടാൽ മതി. ഇപ്പോൾ മോക്കിന് ഓക്കെ ആണ് ഒരു 1 hour മുന്നായിട്ട് മെൻഷൻ ചെയ്തിടാം. ഓക്കെ. ഓക്കെ. സാറ്റർഡേ സൺഡേസിൽ. പിന്നെ പിയർ ഡിസ്കഷൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു 4 PM ബാച്ചിൽ ഇപ്പോൾ ആൾക്കാരില്ല. ഉള്ളവരുടെ റെക്കോർഡ് സെഷൻ ആണുള്ളത്. പക്ഷേ ഞാനിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ 7 PM ബാച്ചായിട്ട് പിയർ ഡിസ്കഷൻസിൽ ഞാൻ കമ്പൈൻ ചെയ്തിടാം. ഓക്കെ. ആ ഒരു ടൈം ആകുമ്പോൾ അവരുടെയും കൂടി ഒരുമിച്ചായിട്ട് നമുക്ക് പിയർ ഡിസ്കഷൻസിന്റെ ടൈമിൽ അതും വീക്കെൻഡ്സിലായിരിക്കും കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾ ഡിസ്കസ് ചെയ്ത് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളായിരിക്കും വരുന്നുണ്ടാവുക. അത് സെമിനാർ എടുക്കുക അങ്ങനത്തെ ഓക്കെ. ഒന്നുമല്ല. നിങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പരസ്പരം ക്ലിയർ ചെയ്യുക. അത് നമ്മുടെ
ഒരു GD പോലെ ഗ്രൂപ്പ് ഡിസ്കഷൻ പോലെ വെക്കാനാണ്. ഓക്കെ. ദെൻ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഡെയിലി അസസ്മെന്റ് ഉണ്ടായിരിക്കും. അത് നിങ്ങൾ റിസർച്ച് ചെയ്ത് പഠിക്കേണ്ടതാണ്. സൈബർ സെക്യൂരിറ്റി ഫീൽഡ് എന്ന് പറഞ്ഞാൽ തന്നെ റിസർച്ച് ചെയ്യേണ്ടതാണ്. ഇപ്പൊ നമ്മൾ കവർ ചെയ്യുന്നത് കൊണ്ട് ഇത് കംപ്ലീറ്റ് ആവണമെന്നില്ല. എഗെയിൻ ഒരുപാട് ടൂൾസും ടെക്നിക്സും ടാക്ടിക്സും വരുന്നതാണ്. അപ്പൊ നമുക്ക് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അസസ്മെന്റും തരുന്നുണ്ടായിരിക്കും. പിന്നെ റെസ്യൂം പ്രിപ്പറേഷൻ ഒക്കെ വരുന്നത് നമ്മളുടെ കോഴ്സ് ഏകദേശം കംപ്ലീറ്റ് ആവുന്ന ടൈമിലായിരിക്കും റെസ്യൂം പ്രിപ്പറേഷൻ വരുന്നുണ്ടാവുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ജോബിന് അപ്ലൈ ചെയ്ത് തുടങ്ങാനായിട്ട് പറ്റും. റെസ്യൂം പ്രിപ്പറേഷനോടൊപ്പം തന്നെ ജോബ് പോർട്ടൽ പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഉണ്ടായിരിക്കും. ദെൻ നമ്മളുടെ ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് റെസ്യൂമാണ്. റെസ്യൂം ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇന്റർവ്യൂ കോൾസ് വരത്തുള്ളൂ, അതല്ലാതെ വരത്തില്ല. ഇപ്പോൾ റെസ്യൂം പ്രിപ്പറേഷൻ നമ്മളൊരു 1 day ആയിട്ട് തന്നെ റെസ്യൂം ജോബ് പോർട്ടലും ഒരു 1 day കംപ്ലീറ്റ് എടുത്തിട്ട് അതിന് തന്നെ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഓവർവ്യൂ പറഞ്ഞതാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡെയിലി അസസ്മെന്റ് തരുന്നത് കംപ്ലീറ്റ് ചെയ്യണം. അതിന് പുറമെ ഇപ്പോൾ നമ്മൾ ഗൂഗിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ സൈബർ സെക്യൂരിറ്റി എന്ന് ടൈപ്പ് ചെയ്യണം. ഡെയിലി ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. സൈബർ സെക്യൂരിറ്റി ടൈപ്പ് ചെയ്ത് ഇവിടെ ന്യൂസ് എന്ന് പറഞ്ഞ സെക്ഷൻ ഉണ്ടായിരിക്കും. ഇതിലുള്ള മിനിമം 3 ന്യൂസ് എങ്കിലും 3 ആർട്ടിക്കിൾസ് എങ്കിലും വായിക്കാനായിട്ട് നോക്കുക. അതിലെന്താണ് പറഞ്ഞു നോക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനും നോക്കുക. നമ്മളോട് ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ എന്ത് സൈബർ അറ്റാക്കിനെ കുറിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് അറിയുന്നത് എന്നുള്ളത്. ഓക്കെ. അപ്പൊ ഡെയിലി 3 ആർട്ടിക്കിൾസ് എങ്കിലും വായിക്കാനായിട്ട് നോക്കുക. അതേപോലെ തന്നെ 3 ജോബ് പോസ്റ്റ് എങ്കിലും വായിക്കാനായിട്ട് നോക്കുക. ജോബ് പോസ്റ്റ് എന്തിനാ വായിക്കണേന്ന് പറഞ്ഞാൽ അതിൽ പുതിയ ടെക്നോളജീസ് അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്തൊക്കെ അപ്പൊ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, എന്തൊക്കെ ഇനി നമുക്ക് പഠിക്കാനുണ്ടെന്നുള്ളത് അതിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ന്യൂസ് എന്തായാലും മസ്റ്റ് ആയിട്ട് ഡെയിലി 3 എണ്ണം വായിക്കുക. ദെൻ ഞാനിപ്പോൾ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക, ഡെയിലി വായിച്ചതിന്റെ ചെറിയൊരു 1 or 2 ലൈൻസ് ഷെയർ ചെയ്യാം. എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായത് എന്താന്നുള്ളത് ഓരോ ന്യൂസിന്റെയും. ഓക്കെ. ഫൈൻ. ദെൻ അപ്പോൾ ഇതാണ് ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒന്ന് പിന്നെ മോക്ക് ഇന്റർവ്യൂ എന്നുള്ളത് വേഗം തന്നെ ഇപ്പോൾ ഇന്ന് തൊട്ട് തന്നെ പഠിച്ചു തുടങ്ങാം. കാരണം ഇപ്പൊ നമ്മൾ ഒരു 1 month ഗ്യാപ്പ് ഉണ്ടല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് എല്ലാം കൂടി കവർ ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരില്ല. ഓരോ പോർഷൻസും ഉണ്ട്. അപ്പോൾ ഓരോ പോർഷൻസും അപ്പം തന്നെ പഠിച്ചു പോയാൽ തന്നെയാണ് നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ 1 month കഴിഞ്ഞ് അപ്പം തന്നെ ഇന്റർവ്യൂവിന് പോകാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെ മുന്നത്തെ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ ചെയ്ത് വെച്ചിരുന്നത് മോക്ക് ഇന്റർവ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് വരെ അവർ വെയിറ്റ് ചെയ്തിരുന്നു. ഞാൻ പിന്നീട് എടുക്കാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഏറ്റവും ലാസ്റ്റ് ആയപ്പോഴാണ് അവർ ഫസ്റ്റത്തെ മോക്ക് എടുക്കുന്നത് തന്നെ. അപ്പൊ അങ്ങനെ വരാൻ പാടില്ല. നമ്മൾ പാരലലി ചെയ്ത് പോയാലാണ് ലാസ്റ്റ് ആവുമ്പോൾ ഇപ്പം റെസ്യൂം ഉണ്ടാക്കി കഴിഞ്ഞു, പിറ്റേ ദിവസം തന്നെ ഒരു ഇന്റർവ്യൂ വന്നാൽ നമുക്ക് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മോക്ക് പാരലലി ചെയ്ത് പോകണം. ആ ക്വസ്റ്റ്യൻസ് പഠിച്ചു പോകണം എന്തായാലും. ഓക്കെ. ഫൈൻ. ഇപ്പൊ CH മാത്രമാണോ സർട്ടിഫിക്കേഷൻ ആയിട്ടുള്ളത്? അല്ല, ഞാൻ ബ്ലൂ ടീമിന്റെ സർട്ടിഫിക്കേഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. ബ്ലൂ ടീമിന്റെ ഫ്രീ സർട്ടിഫിക്കേഷൻസ് ഇല്ലേ? ബ്ലൂ ടീം ജൂനിയർ അനലിസ്റ്റിന്റെ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല, അതാണ് ലേറ്റസ്റ്റ് ആയിട്ട് എടുത്തത്. അപ്പൊ ആ ഒരു 6 ഫ്രീ ആയിട്ട് എടുക്കുമ്പോൾ ജൂനിയർ അനലിസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇല്ല, അത് എടുത്തിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് എവിടെയെങ്കിലും പ്ലേസ്ഡ് ആയാൽ ബാക്കി നെറ്റ്വർക്കിലൊക്കെ കൂടുതൽ സർട്ടിഫിക്കേഷൻ പഠിക്കണം താല്പര്യമുണ്ട്. ഇപ്പൊ ജോബിന് കയറുമ്പോ CH ഉണ്ടല്ലോ, അത് മാത്രം മതി. വേറെ ഇനി പെയ്ഡ് ആയിട്ടുള്ളത് ഇപ്പൊ എടുക്കണ്ട. ഇനി എടുക്കണം എന്നുണ്ടെങ്കിൽ ജോബ് സ്വിച്ച് നോക്കൂലോ. ഒരു കമ്പനിയിൽ കയറി ഒരു 1 year കഴിഞ്ഞാൽ 2 year കഴിഞ്ഞാൽ അവിടുന്ന് സ്വിച്ച് ചെയ്യാൻ നോക്കൂലോ. അപ്പൊ മാത്രം ഒരു സർട്ടിഫിക്കേഷൻ ആയിട്ട് എടുത്താൽ മതി, പെയ്ഡ് ആയിട്ട്. അത് ഇപ്പൊ എടുക്കണം എന്ന് നിർബന്ധമില്ല. ഓക്കെ. ഫൈൻ. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രോ പറഞ്ഞതാണ്. ഇനി നമുക്ക് നമ്മുടെ ഇതിലോട്ട് ഇന്ന് തന്നെ കയറാം. ഇപ്പോൾ കുറച്ചധികം ആൾക്കാരുണ്ടാകുമ്പോൾ ഇന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ തന്നെ ഇരുന്ന് പറഞ്ഞു പോകും. അപ്പോൾ ഇന്ന് തന്നെ നമുക്ക് ഇതിലോട്ട് ക്ലാസ്സിലോട്ട് കയറാം. അപ്പോൾ ഇന്ന് ഒരു സോക്കിന്റെ ആവശ്യം എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് ഒരു IT കമ്പനിയിൽ, ഏതെങ്കിലും ഒരു കമ്പനി ആയിക്കോട്ടെ, ആ ഒരു കമ്പനിയിൽ ഒരു സോക്ക് എങ്ങനെയാണ് ഇവോൾവ് ചെയ്തത് എന്നുള്ളൊരു ചെറിയൊരു ഇൻട്രോ നമുക്കൊന്ന് നോക്കാം. ഓക്കെ. അപ്പൊ അതിനായിട്ടും ഇതിൽ നമുക്കൊരു സ്റ്റോറി പോലെ തന്നെ പറഞ്ഞു പോവാം. ആ ഒരു സ്റ്റോറി ക്യാച്ചപ്പ് ചെയ്താൽ നിങ്ങൾക്ക് അത് എന്തിനാണ് സോക്ക് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മളുടെ ചെറിയൊരു കമ്പനി ഉണ്ടെന്ന് വിചാരിക്കുക, ചെറിയൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫേം ആണെന്ന് വിചാരിക്കാം. ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫേമിൽ ഇപ്പോൾ ഇവിടെ 2
എംപ്ലോയീസ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു പ്രിന്റർ ഉണ്ട്, പിന്നെ ഒരു റൗട്ടർ ഉണ്ട്. ഇത്രയാണ് ആ കമ്പനിയുടെ അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2 എംപ്ലോയീസ്, 4 അസറ്റ്, ഇത്രയാണ് കമ്പനിയിലുള്ളത്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഈ കമ്പനിയുടെ ഡിവൈസസിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നുണ്ടായിരിക്കും അവര്? ഹലോ, എൻ്റെ വോയിസ് ബ്രേക്ക് ആയോ? സോറി, ഇടയ്ക്കൊന്ന് ബ്രേക്ക് ആയി പോയിരുന്നു. ഓക്കെ, നെറ്റ് കട്ടായതായിരുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു കമ്പനിയിൽ ഈ ഡിവൈസിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ ആരായിരിക്കും നോക്കുന്നുണ്ടായിരിക്കും അത്? ജസ്റ്റ് 2 ആളല്ലേ ഉള്ളൂ, അപ്പൊ അവര് സ്റ്റാഫ് തന്നെ ആയിരിക്കും ചാൻസ്. ചിലപ്പോ ഇവിടെയുള്ളത് ഒരു എന്താ പറയാ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ആളായിരിക്കും ഉണ്ടാവാം. അപ്പൊ ആൾക്ക് ചിലപ്പോ അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നുണ്ടാവില്ല ചിലപ്പോ. അപ്പൊ എന്ത് ചെയ്യും? പുറത്തുനിന്ന് ഒരു ആളെ വിളിക്കുക. അതെ, ഇവര് ചെയ്യാന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ചിലപ്പോൾ ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കും, അതല്ലെങ്കിൽ ഒരു കമ്പനി ലെവലിൽ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ഹയർ ചെയ്യാതെ ഒരു കോൺട്രാക്ട് കൊടുക്കും, വേറൊരു തേർഡ് പാർട്ടിക്ക് ഒരു കോൺട്രാക്ട് കൊടുക്കും. AMC എന്ന് പറയാം, ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് എന്ന് പറയാം. അപ്പൊ അവരൊരു എഗ്രിമെന്റ് ഒക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. ഇങ്ങനെ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ 1 ഇയറിൽ ഇത്ര എമൗണ്ടിന് നമ്മൾ ചെയ്തു തരാവുന്ന രീതിയിൽ അവർ ഒരു കോൺട്രാക്ട് വെച്ചിട്ടുണ്ടായിരിക്കും. ആ കോൺട്രാക്റ്റിനെ നമുക്ക് വേണമെങ്കിൽ SLA എന്ന് പറയാം, സർവീസ് ലെവൽ എഗ്രിമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇപ്പോൾ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടാണ് ഇഷ്യൂ എങ്കിൽ ഒരു 24 to 48 അവേഴ്സിനുള്ളിലും, അല്ലെങ്കിൽ ഹാർഡ്വെയർ റിലേറ്റഡ് ആണെങ്കിൽ 3 to 4 ഡേയ്സിനുള്ളിലും അവരത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരിക്കും. നമ്മൾ ആ ഒരു ആനുവലി ഇത്ര എമൗണ്ട് കൊടുത്താൽ മതി. ഓക്കെ, 3 to 4 days യൂഷ്വലി, മിനിമം 3 days ഹാർഡ്വെയർ റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ. ഓക്കെ, അത് ആ കോൺട്രാക്റ്റിനനുസരിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദി കമ്പനി. ഏത് കമ്പനീസിലാണോ കൊടുക്കുന്നത് അതിന്റെ കോൺട്രാക്ട് എങ്ങനെയാണോ എഴുതേണ്ടത് അതിനനുസരിച്ചിട്ടാണ് അവർ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അവർ ആനുവലി ഇങ്ങനെ ഒരു കോൺട്രാക്ട് കൊടുക്കുന്നുണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 ഇയറിന് ഇപ്പോൾ വേണ്ടത് ഒരു 20,000 ആണ് വരുന്നുള്ളൂ. അപ്പൊ അധികം എപ്പോഴും ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല, അത് 2 സിസ്റ്റമേ ഉള്ളൂ. 1 ഇയറിന് 20,000 എന്ന രീതിയിൽ കൊടുത്തു എന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ അവിടെ ഒരു 10,000, 1 ഇയറിന് 10,000 റുപ്പീസ് ആണ് ഒരു പേയ്മെന്റ് ചെയ്യണത് ഏറ്റവും ചെറിയൊരു കമ്പനിയിൽ. ദെൻ കുറച്ചും കൂടി നാളുകൾ അല്ലെങ്കിൽ കുറച്ചും കൂടി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കമ്പനി കുറച്ചും കൂടി വലുതായി, ഒരു 20 ആളുകൾ വന്നു. എന്നുവെച്ചാൽ പല പല ടീംസുകൾ വന്നു. സെയിൽസിന് ഒരു ടീം, ഡിസൈൻ ഒരു ടീം, HR, ഫിനാൻസ്, അങ്ങനെ പല പല ടീംസ് ആ കമ്പനിയിൽ വന്നു. അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു 30+ അസറ്റ് ആ കമ്പനിയിൽ ഉണ്ടെന്ന് വിചാരിക്കുക. 20 ആൾക്കാരും ഒരു 30+ അസറ്റ്സ് ആ കമ്പനിയിലുണ്ട്. അപ്പൊ ഈ ഒരു ടൈമിൽ നമ്മൾ കോൺട്രാക്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ പേയ്മെന്റ് ഒന്നുകൂടെ കൂടും. നേരത്തെ ആകെ 2 ഡിവൈസ് ആയിരുന്നപ്പോൾ 10,000 ഉണ്ടായിരുന്നത് ഇപ്പൊ 30-ലധികം ഡിവൈസസ് ഉണ്ടാവുമ്പോൾ അതിന് ഇരട്ടി പൈസയായിട്ട് വരും. അപ്പൊ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാല് ഇവര് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു IT ഗായ് അല്ലെങ്കിൽ IT ഗേളിനെ ഹയർ ചെയ്യുന്നുണ്ടായിരിക്കും. അവരെ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം, സിസ്റ്റം എഞ്ചിനീയർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ സിസ്റ്റം എഞ്ചിനീയർ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഈ സിസ്റ്റം റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആളത് മാനേജ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ദെൻ ഇനിയും കുറെ നാളുകൾ കഴിഞ്ഞു, കുറച്ചും കൂടി കമ്പനി അഡ്വാൻസ്ഡ് ആയി, ഒരു 200+ എംപ്ലോയീസും അതേപോലെ തന്നെ 500+ അസറ്റ്സും വന്നു എന്ന് വിചാരിക്കാം. അപ്പൊ അതിൽ ചിലപ്പം സെർവറുകളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. ഇപ്പം HRMS ടൂൾ എന്ന് പറയുകയാണെങ്കിൽ അത് 24/7 അവേഴ്സും റൺ ചെയ്യേണ്ടതാണ്. അപ്പം ഇപ്പൊ എന്താ പറയാ, നമുക്ക് എംപ്ലോയീസിന്റെ ലീവ് എന്തെങ്കിലും മാർക്ക് ചെയ്യണം, അതിപ്പോ രാത്രി ആയിരിക്കും ചിലപ്പോൾ മാർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ അതുകൊണ്ട് എന്താ 24/7 അവേഴ്സും റൺ ചെയ്യണം. അപ്പൊ അങ്ങനെ 24/7 അവേഴ്സും റൺ ചെയ്യണേനെ നമ്മൾ സെപ്പറേറ്റ് ഒരു സെഗ്മെന്റിൽ സ്റ്റോർ ചെയ്യണം. അതിന് നമുക്ക് വേണമെങ്കിൽ സെർവർ എന്ന് പറയാം. അപ്പൊ അതേപോലെ ഒരുപാട് സെർവറുകളും ഇതിൽ വന്നിട്ടുണ്ടായിരിക്കാം ഈ കമ്പനിയിൽ. എന്താ HRMS സെർവർ, അല്ലെങ്കിൽ CRM, ഫയൽ സെർവർ, ഇമെയിൽ സെർവർ, അങ്ങനെ ഒരുപാട് സെർവറുകളും ഇതിൽ വന്നിട്ടുണ്ട്. ഡിവൈസസ് മാത്രമല്ല സെർവറുകളും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ ആ നെറ്റ്വർക്ക് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുണ്ട് അല്ലേ? അപ്പൊ ആ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം, നെറ്റ്വർക്ക് എഞ്ചിനീയറിനെ ഹയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ നെറ്റ്വർക്കിനെ ഓരോന്നിനും കോൺഫിഗർ ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ഡിവൈസസിനൊക്കെ കോൺഫിഗർ ചെയ്യാനും അതിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാനേജ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു നെറ്റ്വർക്ക് എഞ്ചിനീയറിനെ ഹയർ ചെയ്യണം. ഇപ്പൊ നേരത്തെ കേസിൽ സിസ്റ്റം എഞ്ചിനീയർ ഉണ്ടായിരുന്നു. അപ്പൊ ആ സിസ്റ്റം എഞ്ചിനീയറിന് തന്നെ ഇത് നോക്കാം, പക്ഷേ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ കാറ് ഡ്രൈവ് ചെയ്യണം,
ഇടയ്ക്ക് വെച്ച് അത് സ്റ്റോപ്പായി. ഞാൻ തന്നെ കുറച്ച് നോക്കും സ്റ്റാർട്ട് ആക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. കുറച്ച് നേരം ഞാൻ തന്നെ നോക്കും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയുന്ന ചെറിയ ചെറിയ പൊടിക്കൈകൾ വെച്ചിട്ട് ഞാൻ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ അത് കറക്റ്റായിട്ട് ശരിയാക്കണം എന്നുണ്ടെങ്കിൽ എന്താ, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മെക്കാനിക്കിനെ തന്നെ വേണം. അതേപോലെ തന്നെ സിസ്റ്റം എഞ്ചിനീയറിനും ഇത് ചെയ്യാം. പക്ഷെ നെറ്റ്വർക്ക് കോംപ്ലക്സ് ആവുന്നതോടുകൂടി തന്നെ അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നെറ്റ്വർക്ക് എഞ്ചിനീയറും വേണം. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പോൾ നമ്മളിപ്പോൾ സിസ്റ്റം എഞ്ചിനീയർ വെച്ചു, നെറ്റ്വർക്ക് എഞ്ചിനീയർ വെച്ചു. അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ഈ കമ്പനിയിൽ എന്തോ ഒരു മാൽവെയർ വന്നിട്ടുണ്ട്, എന്തോ ഒരു വൈറസ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ടൈമിലായിരിക്കും കമ്പനി സൈബർ സെക്യൂരിറ്റി സൈഡിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഇവർ ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു സിസ്റ്റത്തിലും സെർവറിലും ഒക്കെ അവർ ആന്റി വൈറസ് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കും. സൈബർ സെക്യൂരിറ്റി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ ഏറ്റവും ആദ്യം നോക്കുന്നുണ്ടായിരിക്കും ആന്റി വൈറസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇല്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുക, ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ, അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കി വെക്കും. അതായിരിക്കും ഏറ്റവും ആദ്യം അവർ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഡിവൈസസിൽ നമ്മുടെ ഓരോ ഈ എൻഡ് മെഷീൻസിൽ, ഹോസ്റ്റ് മെഷീൻസിലൊക്കെ ആന്റി വൈറസ് പോലത്തെ എൻഡ് പോയിന്റ് സെക്യൂരിറ്റി സൊല്യൂഷൻസ് വേണം. ഹോസ്റ്റ് മെഷീനെ മോണിറ്റർ ചെയ്യാനും സെക്യൂർഡ് ആക്കാനും എൻഡ് പോയിന്റ് സെക്യൂരിറ്റി സൊല്യൂഷൻസ് വേണം. അപ്പൊ ആ എൻഡ് പോയിന്റ് സെക്യൂരിറ്റി സൊല്യൂഷൻസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് വേറൊരാൾ വെക്കുന്നുണ്ടായിരിക്കും. അത് മാനേജ് ചെയ്യാനും കോൺഫിഗർ ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരാൾ കൂടെ വെക്കും. ആരെയാണ് എൻഡ് പോയിന്റ് സെക്യൂരിറ്റി എഞ്ചിനീയർ എന്ന് പറയുന്നുണ്ടായിരിക്കാം. എൻഡ് പോയിന്റ് ഡിവൈസസിന്റെ സെക്യൂരിറ്റി സൊല്യൂഷൻസിനെ മാനേജ് ചെയ്യാനും ഇംപ്ലിമെന്റ് ചെയ്യാനും കോൺഫിഗർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് എൻഡ് പോയിന്റ് സെക്യൂരിറ്റി എഞ്ചിനീയർ. ക്ലിയർ ആണോ? ഓക്കെ. ഇതേപോലെ തന്നെ നെറ്റ്വർക്ക് സെക്യൂരിറ്റി സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫയർ വാള്, പിന്നെ വെബ് ഗേറ്റ്വേ, ഇമെയിൽ ഗേറ്റ്വേ എന്നൊക്കെ പറഞ്ഞിട്ട് നെറ്റ്വർക്ക് സെക്യൂരിറ്റി സൊല്യൂഷൻസ് ഉണ്ട്. ഈ എൻഡ് പോയിന്റ് സെക്യൂരിറ്റി, നെറ്റ്വർക്ക് സെക്യൂരിറ്റിയും എന്താണെന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പം എത്ര മനസ്സിലാക്കിയാൽ മതി. ഇതേപോലെ നെറ്റ്വർക്ക് സെക്യൂരിറ്റി സൊല്യൂഷൻസ് ഉണ്ട്. ആ നെറ്റ്വർക്ക് സെക്യൂരിറ്റി സൊല്യൂഷൻസിനെ മാനേജ് ചെയ്യാനും ഇംപ്ലിമെന്റ് ചെയ്യാനും കോൺഫിഗർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വേറൊരാളും കൂടി വെക്കും. ആളാണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി എഞ്ചിനീയർ എന്ന് പറയുന്നത്. ഇതിന്റെ ഡിഫറൻസ് എന്താന്ന് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളുടെ ഒരു ഫ്ലാറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ഫ്ലാറ്റിൽ പുറത്തുനിന്ന് ആരെങ്കിലും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ടായിരിക്കും, ചുറ്റും മതിലുണ്ടായിരിക്കും, സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ടായിരിക്കും, പുറത്തുനിന്നുള്ള അറ്റാക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനെ നമുക്ക് എന്ത് പറയാം, അതിനെ നമുക്ക് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ആയിട്ട് കമ്പയർ ചെയ്യാം. ഈ നെറ്റ്വർക്ക് സെക്യൂരിറ്റി സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ പുറത്തു നിന്ന് വരുന്ന അറ്റാക്കിനെ മോണിറ്റർ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യാനോ അലോ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി സൊല്യൂഷൻസ്. ഇനിയിപ്പോൾ ഇവിടെ കള്ളന്മാരുള്ളത് ഈ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ തൊട്ടപ്പുറത്തെ റൂമിലാണെങ്കിലോ, അപ്പോൾ അതിനുള്ളിലായി ഇൻസൈഡ് ദ നെറ്റ്വർക്ക് ആയിപ്പോയി. അപ്പം അങ്ങനെ നെറ്റ്വർക്കിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഇങ്ങനെ മാൽവെയർ അറ്റാക്കോ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എൻഡ് പോയിന്റ് സെക്യൂരിറ്റി സൊല്യൂഷൻസ് വെക്കുക. ഈ ഒരു കേസിലാണെങ്കിൽ ലോക്ക് വെക്കണം. ഓരോ റൂമിനും അല്ലെങ്കിൽ ഓരോ വീടിനും എന്താണ്, ലോക്ക് ഉണ്ടായിരിക്കും. അപ്പൊ ഇപ്പുറത്തെ വീട്ടിലത്തെ ആൾക്കാർക്ക് തൊട്ടപ്പുറത്തെ വീട്ടിലോട്ട് പോകാനായിട്ട് പറ്റില്ല. അപ്പൊ എൻഡ് പോയിന്റിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ നോക്കാനാണ് എൻഡ് പോയിന്റ് സെക്യൂരിറ്റി സൊല്യൂഷൻസും. ദെൻ പുറത്തുനിന്ന് നമ്മുടെ ഇന്റേണൽ നെറ്റ്വർക്കിലോട്ട് എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് മാനേജ് ചെയ്യാനും കോൺഫിഗർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി സൊല്യൂഷൻസും. ഓക്കെ, ക്ലിയർ അല്ലേ? ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഇത് രണ്ടും തമ്മിൽ ഇപ്പൊ നെറ്റ്വർക്ക് സെക്യൂരിറ്റി സൊല്യൂഷൻ നെറ്റ്വർക്ക് റിലേറ്റഡ് നമ്മൾ എക്സാമ്പിൾ ക്ലിയർ ആയി. ബട്ട് ഇത് നമ്മളിപ്പോ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇത് എങ്ങനെ റിപ്ലൈ ചെയ്യും? ക്വസ്റ്റ്യൻ ആയിട്ട് നെറ്റ്വർക്ക് സെക്യൂരിറ്റി സൊല്യൂഷൻസിനെ ഡിഫൈൻ ചെയ്യാനോ? അതെ, ഡിഫൈൻ ചെയ്യാന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ എക്സ്റ്റേണൽ നെറ്റ്വർക്കിൽ നിന്ന് ഇന്റേണൽ നെറ്റ്വർക്ക് സെക്യൂരിറ്റി സൊല്യൂഷൻസ് എന്താണെന്ന് വെച്ചാൽ, അത് ഇപ്പോൾ നമ്മുടെ ഫയർവാൾ ആയിരിക്കാം. അതിന് എക്സാമ്പിൾ ആണ് ഫയർവാൾ, IDS, വെബ് ഗേറ്റ്വേ, ഇമെയിൽ ഗേറ്റ്വേ, ഇങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ പുറത്തു നിന്ന് ഇന്റേണൽ നെറ്റ്വർക്കിലോട്ട് വരുന്ന ട്രാഫിക്കിനെ മോണിറ്റർ ചെയ്യാനും കോൺഫിഗർ ചെയ്യാനും അതേപോലെ തന്നെ അത് നമുക്കിപ്പോൾ ബ്ലോക്ക് ചെയ്യണോ, അലൗ ചെയ്യണോ, ഡിസേബിൾ ചെയ്യണോ, അങ്ങനെ ആ കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ടൊക്കെ. ക്ലിയർ ആയി. അപ്പൊ എൻഡ് പോയിന്റ് സെക്യൂരിറ്റി സൊല്യൂഷന്റെ എക്സാമ്പിൾ ഫയർവാൾ അല്ലാതെ വേറെ എന്താണുള്ളത്? ഇത് ഞാൻ നെറ്റ്വർക്ക് സെക്യൂരിറ്റി സൊല്യൂഷൻ ആണ് പറഞ്ഞത്. അതല്ല, അതൊക്കെ സോറി മറ്റേ ആന്റിവൈറസ് അതല്ലേ വരുന്നത്? എൻഡ് പോയിന്റ് സെക്യൂരിറ്റി സൊല്യൂഷൻ അല്ലേ? അതെ അതെ, ആന്റിവൈറസ് എക്സാമ്പിൾ ആണോ വരുന്നത്? അതെ അതെ.
ഹലോ. കൺസെപ്റ്റ് ക്ലിയർ ആയി. അപ്പൊ ഞാൻ ജസ്റ്റ് ചോദിച്ചു ജസ്റ്റ് നമുക്ക് അല്ല, എനിക്ക് വോയിസ് ബ്രേക്ക് ആയിരുന്നു. എന്തായിരുന്നു? അല്ല, ഞാൻ ചോദിച്ചത് എക്സാമ്പിൾസ് ആണ്. നമ്മുടെ ഫയർവാൾ വരുമ്പോൾ നെറ്റ്വർക്ക് സെക്യൂരിറ്റി സൊല്യൂഷന്റെ എക്സാമ്പിൾ ആയിട്ടുള്ള വരുന്നത് ഫയർവാൾ, ഐഡിയസ്, അതേപോലുള്ള കാര്യങ്ങൾ. ഫയർവാൾ, ആന്റിവൈറസ് വരുന്നത് ഐഡിഎസ്. പറഞ്ഞു. ആന്റിവൈറസ് വരുമ്പോൾ എൻഡ് പോയിന്റ് സെക്യൂരിറ്റി സൊല്യൂഷന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് അല്ലേ? ആന്റിവൈറസ് വരുന്നത് എൻഡ് പോയിന്റ് സെക്യൂരിറ്റി സൊല്യൂഷൻസിലായിരിക്കും വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, കാര്യം. ആന്റിവൈറസ് മാത്രമല്ല, നമ്മുടെ ഇപ്പം ഹിപ്സ് എന്ന് പറഞ്ഞിട്ട് HIPS എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഹോസ്റ്റ് ഫയർവാൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നോർമൽ നെറ്റ്വർക്ക് ഫയർവാൾ വരുന്നത് പുറത്തുനിന്നുള്ള നെറ്റ്വർക്കിൽ നിന്ന് ഇന്റേണൽ നെറ്റ്വർക്കിലോട്ട്, ഇന്റേണൽ നെറ്റ്വർക്കിൽ നിന്ന് പുറത്തോട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും അവിടെ നോക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ ഹോസ്റ്റ് ഫയർവാൾ എന്ന് പറയുമ്പോൾ ഒരു ഡിവൈസിൽ നിന്ന് വേറെ ഒരു ഡിവൈസ്, ഇന്റേണൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും നോക്കുന്നുണ്ടായിരിക്കാം. എൻഡ് പോയിന്റിലുള്ള ഡിവൈസ്. ഓക്കെ, ക്ലിയർ ആണോ? ഇപ്പൊ ഞാൻ അവിടെ എത്തി. ഓക്കെ, അപ്പോൾ നെറ്റ്വർക്ക് സെക്യൂരിറ്റി സൊല്യൂഷൻസും എൻഡ് പോയിന്റ് സെക്യൂരിറ്റി സൊല്യൂഷൻസും അതിന്റെ ഡിഫറൻസ് ചെറുതായിട്ട് ക്ലിയർ ആയോ? ഓക്കെ, അല്ല, ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ ഡിവൈസിനെ കുറിച്ചിട്ടുള്ളത് പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞോളൂ. ഓക്കെ, ഫൈൻ. ദെൻ ഇനിയും ഇപ്പൊ ഇത്രയൊക്കെ സെക്യൂരിറ്റി സൊല്യൂഷൻസ് ഉണ്ട്. ഇപ്പോഴും നമ്മുടെ അവിടെ ഒരു അറ്റാക്ക് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരാളും കൂടി ഹയർ ചെയ്യുന്നുണ്ടായിരിക്കും. ആളെ നമുക്ക് ഇൻഫോർമേഷൻ സെക്യൂരിറ്റി എഞ്ചിനീയർ എന്ന് പറയാം. ഇൻഫോർമേഷൻ സെക്യൂരിറ്റി എഞ്ചിനീയർ എന്താണെന്ന് ചെയ്യാനുള്ളത്, ഇപ്പോൾ ആൾ ഓഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഈ ഇൻഫോർമേഷൻ സെക്യൂരിറ്റി എഞ്ചിനീയർ ആയിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കാം. അതേപോലെ തന്നെ ഈ സെക്യൂരിറ്റി പോളിസീസ് ഡ്രാഫ്റ്റ് ചെയ്യണതും ഈ യൂസർ അവയർനെസ് ട്രെയിനിങ് ഒക്കെ കൊടുക്കണത് ഇൻഫോർമേഷൻ സെക്യൂരിറ്റി എഞ്ചിനീയർ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചോദിച്ചോളൂ. അതായത് ഓഡിറ്റിംഗും സെക്യൂരിറ്റി പോളിസീസും ഡ്രാഫ്റ്റ് ചെയ്യുന്നത് ഇൻഫർമേഷൻ സെക്യൂരിറ്റി എഞ്ചിനീയർ. അതെ, യൂസർ അവയർനെസ് ട്രെയിനിങ്ങും പ്രോഗ്രാമും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് ആള് തന്നെയായിരിക്കും. റൂൾസ് ആൻഡ് ലോസ് ഒക്കെ എഴുതുന്നത് ഇൻഫോർമേഷൻ സെക്യൂരിറ്റി എഞ്ചിനീയർ ആയിരിക്കും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയണു. മാർച്ചില് ലാസ്റ്റ് വീക്കില് ഓഡിറ്റ് നടത്തി, ഇൻഫോർമേഷൻ സെക്യൂരിറ്റി എഞ്ചിനീയർ ഓഡിറ്റിംഗ് നടത്തി. പക്ഷേ ഒരു ഏപ്രിൽ സെക്കൻഡ് വീക്കിൽ എന്തോ ഒരു കോൺഫിഗറേഷൻ മിസ്റ്റേക്ക് നമ്മുടെ നെറ്റ്വർക്കിൽ വന്നിട്ടുണ്ട്. എന്തോ കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്തപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഇനി ചിലപ്പോൾ ഈ ഓഡിറ്റിംഗ് വരണത് ജൂണിലായിരിക്കും വരുന്നുണ്ടായിരിക്കാം, എൻഡ് ഓഫ് ജൂണിലായിരിക്കും അടുത്ത ഓഡിറ്റിംഗ് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇത്ര ഗ്യാപ്പ് വന്നു, ഇവിടെ 2 months ഗ്യാപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കോൺഫിഗറേഷൻ മിസ്റ്റേക്ക് ഇവിടെ ഇപ്പോഴും കെടുക്കാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അവിടെ ചിലപ്പോൾ അറ്റാക്കുകൾ നടക്കാനായിട്ട് സാധ്യതയുണ്ടായിരിക്കും. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ മോണിറ്ററിങ് നടക്കുന്നില്ല. അപ്പോൾ മാർച്ചിൽ നടന്നു കഴിഞ്ഞിട്ട് പിന്നെ ജൂൺ അവസാനമാണ് അവിടെ ഓഡിറ്റിംഗ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഒരു കണ്ടിന്യൂസ് മോണിറ്ററിങ്ങിന്റെ ആവശ്യം അവിടെ വന്നിട്ടുണ്ട്. കാരണം ഇവിടെ 2 months ഇങ്ങനെ കോൺഫിഗറേഷൻ മിസ്റ്റേക്ക് അവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് മോണിറ്ററിങ് വരുന്ന ആ ഒരു സമയത്താണ് എന്ത് സോക്കിന്റെ ആവശ്യം വന്നോക്കുന്നത്, സോക്ക് അനലിസ്റ്റിന്റെ ആവശ്യം ഒരു കമ്പനിയിൽ വരുന്നത്. ഓക്കെ, ഓഡിറ്റിംഗ് പോരാ, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ നെറ്റ്വർക്കിനെ 24/7 hours മോണിറ്റർ ചെയ്യാനും എന്തെങ്കിലും അറ്റാക്ക് വന്നാൽ അതിന് വേണ്ട റെമഡിയേഷനും കാര്യങ്ങളും ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരാളെ വേണം. അവരെ നമുക്ക് എന്ത് പറയാം, സോക്ക് അനലിസ്റ്റ് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളുടെ കമ്പനിയിൽ ഏറ്റവും ആദ്യം AMC നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, ആനുവൽ മെയിൻ്റെനൻസ് കോൺട്രാക്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു സിസ്റ്റം എഞ്ചിനീയറിനെ വെച്ചിട്ടുണ്ടായിരുന്നു. ദെൻ അത് കഴിഞ്ഞ് നെറ്റ്വർക്ക് എഞ്ചിനീയർ ഉണ്ടായിരുന്നു. പിന്നെ എന്തായിരുന്നു, എൻഡ് പോയിന്റ് സെക്യൂരിറ്റി എഞ്ചിനീയറും അതേപോലെ നെറ്റ്വർക്ക് സെക്യൂരിറ്റി എഞ്ചിനീയറും ഉണ്ട്. ഓക്കെ, പിന്നെയുള്ളതാണ് നമ്മളുടെ ഇൻഫോർമേഷൻ സെക്യൂരിറ്റി എഞ്ചിനീയർ. അത് കഴിഞ്ഞിട്ടാണ് എന്ത് 24/7 hours കണ്ടിന്യൂസ് ആയിട്ട് നെറ്റ്വർക്കിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് സോക്ക് അനലിസ്റ്റ് എന്ന് പറഞ്ഞ ആള് വന്നത്. ഇതിന് പുറമെ ഒരുപാട് ടീംസ് നമ്മുടെ കമ്പനീസിൽ ഉണ്ടായിരിക്കും. ഇപ്പൊ ഇതിന് പുറമെ VAPT എന്ന് പറഞ്ഞ ടീം ഉണ്ടായിരിക്കും. അതേപോലെ ചിലപ്പം അപ്ലിക്കേഷൻ ഡെവലപ്പേഴ്സ് ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നവരായിരിക്കാം.
പ്രോഡക്റ്റ് ഡെവലപ്പിംഗ് കമ്പനീസ് ഉണ്ടായിരിക്കാം. അതല്ലെങ്കിൽ നമുക്കിപ്പോൾ പെൻ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് തന്നെ ടൂൾസ് ഡെവലപ്പ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ അപ്ലിക്കേഷൻ ഡെവലപ്പേഴ്സ് വേണമെങ്കിൽ ഇതിൽ വരാം. VAPT, ദെൻ ഡെവലപ്പേഴ്സ്, പിന്നെ ആരാ, ഡാറ്റാബേസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഡാറ്റാബേസ് എഞ്ചിനീയേഴ്സ് ഉണ്ടായിരിക്കും ചില കമ്പനീസിൽ. പിന്നെയുള്ളതാണ് IT ഹെൽപ്പ് ഡെസ്ക്. ഇത്രയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കമ്പനിയിൽ വരുന്ന ഒരു ജോബ് റോൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ടീംസ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇതല്ലാതെ ഇപ്പൊ ചിലപ്പോൾ ക്ലൗഡ് ആൻഡ് വിർച്വലൈസേഷൻ എന്ന് പറഞ്ഞ ടീമും കൂടി ഉണ്ടായിരിക്കും. അതേപോലെ IAM എന്ന് പറഞ്ഞ ടീം ഉണ്ടായിരിക്കാം, ഐഡന്റിറ്റി ആൻഡ് ആക്സസ് മാനേജ്മെന്റ് ടീം. അപ്പൊ നമുക്ക് ഓരോ ടീമിനെ ഞാനൊന്ന് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഒരു മിനിറ്റ്. ഫസ്റ്റത്തെ നമ്മുടെ ഇപ്പൊ പറഞ്ഞത് സിസ്റ്റം ടീം. സിസ്റ്റം അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു സെർവർ ടീം, ഇത് രണ്ടും കൂടി ഒരുമിച്ച് പറയാം, സിസ്റ്റം ആൻഡ് സെർവർ ടീം. ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ഒരു എംപ്ലോയി പുതിയതായിട്ട് കമ്പനിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അതിൽ അവർ OS ഇൻസ്റ്റാളേഷൻ, മെയിൻ്റനൻസ്, അതേപോലെ നമുക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ്, ഇപ്പോൾ ഫോട്ടോഷോപ്പോ ക്രോമോ അങ്ങനത്തെ അപ്ലിക്കേഷനെ ഇൻസ്റ്റാൾ ചെയ്യണതും, അതേപോലെ തന്നെ എന്തെങ്കിലും കോൺഫിഗറേഷൻ ചേഞ്ചസ് ഒക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ ഇവരായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കാം. ഇപ്പൊ സെർവർ ടീം ആണെങ്കിൽ എന്ത് ചെയ്യും, സെർവറിൽ എന്തെങ്കിലും കോൺഫിഗറേഷൻ ചേഞ്ചസ് വരുത്താം, അല്ലെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക, അതൊക്കെ സെർവർ ടീമും ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ദെൻ അടുത്തത് ഏതായിരുന്നു, നെറ്റ്വർക്ക് ടീം. നെറ്റ്വർക്ക് ടീമാണ് നമ്മളുടെ എൻ്റയർ നെറ്റ്വർക്കിന്റെ ആർക്കിടെക്ചറിനെ പ്ലാൻ ചെയ്യലും ഡിസൈൻ ചെയ്യലും ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. ഈ റൗട്ടർ, സ്വിച്ച്, പിന്നെ കേബിൾസ് അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണത് മെയിൻറ്റെയിൻ ചെയ്യണതൊക്കെ ആരായിരിക്കും, നെറ്റ്വർക്ക് ടീം ആയിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെയുള്ളത് ഏതാ, എൻഡ് പോയിന്റ് സെക്യൂരിറ്റി ടീം. എൻഡ് പോയിന്റ് സെക്യൂരിറ്റി ടീം. എൻഡ് പോയിന്റ് സെക്യൂരിറ്റി ടീം എന്ത് ചെയ്യും, നമ്മളുടെ എൻഡ് പോയിന്റ് ഡിവൈസസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഒരു മെയിൻ ആയിട്ട് ഉണ്ടായിരിക്കുക. അപ്പൊ എൻഡ് പോയിന്റ് സെക്യൂരിറ്റി സൊല്യൂഷൻസിനെ ഇൻസ്റ്റാൾ ചെയ്യാനും കോൺഫിഗർ ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യണതൊക്കെ ഈ എൻഡ് പോയിന്റ് സെക്യൂരിറ്റി ടീം ആയിരിക്കും. എൻഡ് പോയിന്റ് സെക്യൂരിറ്റി സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ആന്റിവൈറസ്, ഹോസ്റ്റ് ഫയർവാള്, ഹോസ്റ്റ് IPS, പിന്നെന്താ ഈ ഡാറ്റാ ലോസ് പ്രിവെൻഷൻ. ഡാറ്റാ ലോസ് പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ നിന്ന് USB വെച്ചിട്ട് എന്തെങ്കിലും കോപ്പി ചെയ്തെടുത്തു, അപ്പൊ അവിടെ ഒരു ഡാറ്റ എൻ്റെ സിസ്റ്റത്തിൽ നിന്ന് നഷ്ടമാണ് ചെയ്ത് നോക്കുന്നത്. അപ്പൊ അവിടെ ഒരു ഡാറ്റ ലോസ് വന്നുകൊണ്ട് അവിടെ നമുക്ക് അലേർട്ട് വരണം. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഓരോരോ ടൂൾസ് ഉണ്ട്, എൻഡ് പോയിന്റിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ടൂളുകളാണ്. അപ്പൊ അങ്ങനെ ഡാറ്റ ലോസ് പ്രിവെൻഷന് വേണ്ടിയിട്ടുള്ള ടൂള്, അല്ലെങ്കിൽ എൻഡ് പോയിന്റ് ഡിറ്റക്ഷൻ ആൻഡ് റെസ്പോൺസ്, ഏത് എൻഡ് പോയിന്റിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന എല്ലാ ടൂൾസും സെക്യൂരിറ്റി സൊല്യൂഷൻസും അതൊക്കെ കോൺഫിഗർ ചെയ്യുന്നതും ഇൻസ്റ്റാൾ ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഒക്കെ എൻഡ് പോയിന്റ് സെക്യൂരിറ്റി സൊല്യൂഷൻസ് ആയിരിക്കും, എൻഡ് പോയിന്റ് സെക്യൂരിറ്റി ടീം ആയിരിക്കും. അടുത്തത് ഏതാണ്, നെറ്റ്വർക്ക് സെക്യൂരിറ്റി ടീം. നെറ്റ്വർക്ക് സെക്യൂരിറ്റി ടീം എന്താ, നമ്മുടെ എൻ്റെ നെറ്റ്വർക്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും അവരുണ്ടായിരിക്കാം. അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ നെറ്റ്വർക്ക് സെക്യൂരിറ്റി സൊല്യൂഷൻസിനെ ഇൻസ്റ്റാൾ ചെയ്യണതും കോൺഫിഗർ ചെയ്യണതും മെയിൻറ്റെയിൻ ചെയ്യണതൊക്കെ ആരായിരിക്കും, നെറ്റ്വർക്ക് സെക്യൂരിറ്റി ടീം ആയിരിക്കും. ഫയർവാള്, IPS, വെബ് ഗേറ്റ്വേ, ഇമെയിൽ ഗേറ്റ്വേ, WAF, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിൽ വരുന്നുണ്ടായിരിക്കാം. ക്ലിയർ ആണോ? ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞോളൂ. ഒരു സെക്കൻഡ്, ആ സിലബസിൽ നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക് ഈ കുറച്ച് കാര്യങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്, നമ്മളിങ്ങനെ ഓരോ ടീമിനെ പറ്റി പറയുന്നില്ലേ, ഇത് ഓരോന്നിനെ നമ്മൾ ഡെപ്തിൽ പഠിക്കേണ്ടതുണ്ട്. അതായത് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ടീം എന്താണ്, അവരെന്ത് ചെയ്യുന്നു, അങ്ങനെ ഡെപ്തിൽ പഠിക്കേണ്ട ആവശ്യമില്ല. ജോബ് പോയിന്റ് ആവശ്യമില്ല. പക്ഷെ ഇതിൽ നമ്മളിപ്പോ നെറ്റ്വർക്ക് സെക്യൂരിറ്റി സൊല്യൂഷൻസും എൻഡ് പോയിന്റ് സെക്യൂരിറ്റി സൊല്യൂഷൻസും നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കും. ഈ ഫയർവാള്, ഹിപ്സ്, ഹോസ്റ്റ്, IPS അതൊക്കെ എന്താണെന്നുള്ളത് പഠിക്കുന്നുണ്ടായിരിക്കും. അത് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. എന്നുവെച്ചാൽ ഓരോ ടീമും എന്തൊക്കെയാണ് മാനേജ് ചെയ്യണമെന്ന് മനസ്സിലാക്കണം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഒരു അറ്റാക്ക് നടന്നു, അതിലൊരു IP അഡ്രസ്സ് മലീഷ്യസ് IP ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അപ്പോൾ ആ ഒരു മലീഷ്യസ് IP എവിടെയാണ് നമ്മൾ ബ്ലോക്ക് ചെയ്യുക, ഫയർവാളിലായിരിക്കും. അപ്പൊ നമുക്ക് ഏത് ടീമിനെയാണ് കണക്ട് ചെയ്യേണ്ടത്, നെറ്റ്വർക്ക് ടീമിനെയാണ് കണക്ട് ചെയ്യേണ്ടത്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം, അല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ദെൻ നെറ്റ്വർക്ക് സെക്യൂരിറ്റി. ഓക്കെ, ഇനി അടുത്തതാണ് ഇൻഫോസെക് ടീം, ഇൻഫോർമേഷൻ സെക്യൂരിറ്റി ടീം. ഇവരെന്ത് ചെയ്യും, ഓഡിറ്റ് കണ്ടക്ട് ചെയ്യണതും സെക്യൂരിറ്റി പോളിസീസ് അല്ലെങ്കിൽ റൂൾസ്, ലോസ് ഒക്കെ ഡ്രാഫ്റ്റ് ചെയ്യണത് ഇവരായിരിക്കും. അതേപോലെ യൂസർ അവയർനെസ് ട്രെയിനിങ് ഒക്കെ കണ്ടക്ട് ചെയ്യണതൊക്കെ ഇൻഫോസെക് ടീം ആയിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കാം. ദെൻ പിന്നെ പറഞ്ഞത് VAPT എന്ന് പറഞ്ഞ ടീം.
VAPT വൾണറബിലിറ്റി അസസ്മെന്റ് ആൻഡ് പെനിട്രേഷൻ ടെസ്റ്റിംഗ് ആണ്. നമ്മുടെ വൾണറബിലിറ്റിയെ സ്കാൻ ചെയ്ത് അസസ് ചെയ്ത് അത് ഇപ്പോൾ ഇത് VAPT എന്ന് പറഞ്ഞിട്ട് 2 ടീമായിട്ടുണ്ടായിരിക്കും ചില കമ്പനീസിൽ, അതല്ലെങ്കിൽ ഇത് ഒരൊറ്റ ടീമായിട്ടുണ്ടായിരിക്കും. 2 ടീമാണെങ്കിൽ VA ടീം എന്ത് ചെയ്യും, അവര് ടൂൾസ് യൂസ് ചെയ്തിട്ട് വൾണറബിലിറ്റി സ്കാൻ ചെയ്ത് ഐഡന്റിഫൈ ചെയ്യും. ദെൻ ഐഡന്റിഫൈ ചെയ്തത് അവർ പെൻ ടെസ്റ്റേഴ്സിന് ഫോർവേഡ് ചെയ്യും. PT പെൻ ടെസ്റ്റേഴ്സ് എന്ത് ചെയ്യും, അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. രണ്ടും രണ്ടാണ്. വൾണറബിലിറ്റി അസസ്മെന്റിൽ വരുന്നത് ആ ഒരു വൾണറബിലിറ്റീനെ ഐഡന്റിഫൈ ചെയ്യൽ മാത്രമേ ഉണ്ടാവുള്ളൂ. PTയിൽ വരുന്നത് ആ ഐഡന്റിഫൈ ചെയ്ത വൾണറബിലിറ്റീനെ എക്സ്പ്ലോയിറ്റ് ചെയ്യലും കൂടി വേണം. ദെൻ പിന്നെയുള്ളതാണ് IAM എന്ന് പറഞ്ഞ ടീം, ഐഡന്റിറ്റി ആൻഡ് ആക്സസ് മാനേജ്മെന്റ് ടീം. ഈ ഒരു ടീമായിട്ട് നമ്മൾ കൂടുതലും കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു എംപ്ലോയി ജോയിൻ ചെയ്തു ഒരു കമ്പനിയിൽ, അപ്പൊ അവർക്ക് ഒരു സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ സിസ്റ്റത്തിന് യൂസർ നെയിം ഉണ്ടായിരിക്കും, പാസ്വേഡ് ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ഐഡന്റിറ്റീസിനെ ക്രിയേറ്റ് ചെയ്യണതും മാനേജ് ചെയ്യണതും അങ്ങനത്തെ ആക്സസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണതൊക്കെ ആരായിരിക്കും, ഈ IAM ടീം ആയിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. പാസ്വേഡ് റീസെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അക്കൗണ്ട് മാനേജ് ചെയ്യുക, അതല്ലെങ്കിൽ ചില റിസോഴ്സസ് മാത്രം ആക്സസ് ഗ്രാൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരിക്കും, ചിലത് ഡിനൈ ചെയ്യുന്നുണ്ടായിരിക്കും. അതൊക്കെ ചെയ്യണത് ആരായിരിക്കും, ഈ IAM ടീം ആയിരിക്കും. അപ്പോൾ ഇപ്പൊ നമ്മുടെ നെറ്റ്വർക്കിൽ ഏതെങ്കിലും ഒരു ഡിവൈസ് മാൽവെയർ ഇൻഫെക്റ്റഡ് ആണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡിവൈസിനെ സെപ്പറേറ്റ് ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഒരു ഡിവൈസിന്റെ റൂട്ട് ഫോഴ്സ് അറ്റാക്ക് ഏതെങ്കിലും ഒരു ഡിവൈസിൽ നടന്നു എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, അപ്പോൾ ഉടനെ തന്നെ അതിന്റെ പാസ്വേഡ് മാറ്റണം. അപ്പൊ അത് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഡിവൈസ് ഉള്ള ആളെ അല്ല കണക്ട് ചെയ്യുക, പകരം ഈ IAM ടീമിനായിരിക്കും കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ. ദെൻ അടുത്തതാണ് നമ്മുടെ സോക്ക് ടീം. സോക്ക് ടീം എന്തിനാന്ന് വെച്ചാൽ, ഒരു സൈബർ ത്രെറ്റ് നടക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു നെറ്റ്വർക്കിനെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യാനും, തന്നെ എന്തെങ്കിലും അറ്റാക്ക് നടന്നിട്ടുണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാനും, അതേപോലെ നമുക്ക് എന്ത് ചെയ്യണം, അതിന് വേണ്ട റെമഡിയേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിന് മുൻപ് എന്ത് ചെയ്യണം, അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ദെൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, അതേപോലെ അതിന് വേണ്ട റെസ്പോൺസ് അല്ലെങ്കിൽ റെമഡിയേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതാണ് സോക്ക് ടീം ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, സോക്ക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒക്കെ ഒരു സെൻട്രൽ കൺട്രോൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമ്മളൊരു ഒരു ഒറ്റ സ്ക്രീൻ മാത്രമല്ല, നമ്മളൊരു ചിലപ്പോൾ ചില കമ്പനീസിൽ 2 or 3 സ്ക്രീനുകൾ നമുക്ക് നോക്കിയിരിക്കേണ്ടതായിട്ട് വരും. ഒരു സ്ക്രീനിൽ തന്നെ പല പല ടാബുകൾ നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടതായിട്ട് വരും. നമ്മൾ മെയിൻ ആയിട്ട് ഒരു മോണിറ്ററിങ് ടൂള് നമ്മൾ നോക്കുന്നുണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന ടൂള് സ്പ്ലങ്ക് എന്ന് പറഞ്ഞ ടൂളായിരിക്കാം ചില കമ്പനീസിൽ യൂസ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അതല്ലാതെ വേറെ ഏതെങ്കിലും ടൂൾസുകളും യൂസ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ടായിരിക്കും. ക്യൂറാഡർ പോലെയുള്ള ടൂൾസുകളൊക്കെ യൂസ് ചെയ്യുന്ന കമ്പനീസും ഉണ്ടായിരിക്കും. അപ്പം സ്പ്ലങ്ക് ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള ടൂൾസുകൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഒരു ഡൗട്ട് ഇല്ല. അതായത് നമ്മള് കോഴ്സ് ചോദിച്ചോളൂ. കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പ്രൊജക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പ്രൊജക്റ്റ് അല്ല നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക, നമ്മൾ ഓരോ മൊഡ്യൂൾസിലും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ അസസ്മെന്റ് ആണ് മെയിൻ ആയിട്ട് വേണ്ടത്. സ്പ്ലങ്കിൽ നമ്മൾ ഫ്രം സ്ക്രാച്ച് തൊട്ട് പറഞ്ഞോളൂ. പ്രൊജക്റ്റ് ആയിട്ടല്ല വരുന്നുണ്ടായിരിക്കാം. ഇപ്പം ഈ CH CPT ഒക്കെ വരുന്നുണ്ടെങ്കിൽ ആ ഒരു കേസിൽ നമുക്ക് പ്രൊജക്ട് ചെയ്യാനുണ്ടായിരിക്കും. ഒരു റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ ഈ ഒരു കേസിൽ വരുമ്പോൾ നമുക്ക് പ്രൊജക്റ്റ് അല്ല മെയിൻ ആയിട്ട് വരുന്നുണ്ടാവുക. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എടുക്കുന്ന സിലബസ് ഫോളോ ചെയ്യണം. എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മൾ ഫ്രം സ്ക്രാച്ച് തൊട്ടൊരു സോക്ക് ബിൽഡ് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ കമ്പനിയിൽ എങ്ങനെയാണോ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അതേപോലെ ഫ്രം സ്ക്രാച്ച് തൊട്ട് നമ്മൾ ബിൽഡ് ചെയ്യും. ദെൻ അതിൽ നമ്മൾ സ്പ്ലങ്ക് എന്ന് പറഞ്ഞ ടൂളിൽ നമ്മൾ അനലൈസ് ചെയ്തിട്ട് പിന്നെ ഓരോരോ ടൂൾസിന്റെ നമ്മൾ റിപ്പോർട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഫൈനലായിട്ട് റിപ്പോർട്ട് പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കും. അസസ്മെന്റ് ആണ് അത്, ഒരെണ്ണല്ല, ഒറ്റ അസസ്മെന്റ് അല്ല വരുന്നത്, ഒറ്റ പ്രൊജക്റ്റ് അല്ല വരുന്നത്. ഓരോ മൊഡ്യൂൾസിനും അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കിനും വരുന്ന അസസ്മെന്റ് ആണ്. അത് ജസ്റ്റ് ചെറുതായിട്ടല്ല നിങ്ങളുടെ ഈ ഒരു പ്രൊജക്ടിന്റെ അത്ര ഇത് വരുന്ന അസസ്മെന്റുകളാണ് അത് വരുന്നത്. അല്ല, ഞാൻ അതാ നോക്കിയത്. ജസ്റ്റ് 1.5 മാസം കൊണ്ട് ഇതെല്ലാം തീരുവാണ്. എന്തായിരുന്നു? 1.5 മാസം കൊണ്ട് ഇതെല്ലാം തീരുമ്പോഴാണ് ഞാൻ പറഞ്ഞത്. ഇല്ല, അത് കുഴപ്പമില്ല, 1.5 മാസം കൊണ്ട് തീരും. പക്ഷെ പഠിക്കേണ്ട ഞാൻ 1.5 മാസം എന്ന് ഉദ്ദേശിച്ചത് നമ്മള് 2 months ആണ് ശരിക്കും ആക്ച്വൽ കോഴ്സ് വരുന്നത്. ഇത് 1.5 മാസം ആക്കിയത് 2 months വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ ക്ലാസ് എടുക്കും,
അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അസസ്മെന്റിന് ചെറുതായിട്ടൊരു ഗ്യാപ്പ് തരുന്നുണ്ടാവും, അല്ലെങ്കിൽ പഠിക്കാനായിട്ട് ചെറുതായിട്ട് ഗ്യാപ്പ് തരുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ ലെറ്റ്സ് ഡിഫറെന്റ് പ്ലാറ്റ്ഫോം ഒക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ അതിനും ചെറുതായിട്ട് ഒരു 1 to 2 days ഒക്കെ ഗ്യാപ്പ് തരുന്നുണ്ടാവും. പക്ഷെ അതിന് പകരമായിട്ട് ഇപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുത്തിട്ട് നിങ്ങൾക്ക് ലാബുകൾ സെപ്പറേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ലാസ്റ്റത്തെ 15 ഡേയ്സിൽ, ആ 15 ഡേയ്സിൽ തന്നെയായിരിക്കും നിങ്ങൾ ജോബിനൊക്കെ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, കണ്ടിന്യൂസ് 2 months തന്നെ കൂട്ടിക്കോ, 1.5 months ഒന്നും നോക്കണ്ട, 2 months ആയിട്ട് തന്നെ കൂട്ടിക്കോ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ഐഡന്റിറ്റി ആൻഡ് ആക്സസ് മാനേജ്മെന്റ് സോക്കറ്റ്. ഞാനിപ്പോ നേരത്തെ പറഞ്ഞത് എവിടെയായിരുന്നു? ഓക്കെ, പോട്ടെ. അപ്പൊ സ്പ്ലങ്ക്, അപ്പൊ നമുക്ക് ഓരോരോ ടൂൾസ് ഉണ്ടാവും. അപ്പൊ കമ്പനീസിൽ ചെല്ലുമ്പോൾ നിങ്ങൾ സ്പ്ലങ്കിൽ തന്നെ വർക്ക് ചെയ്യണം എന്നില്ല. ഇപ്പൊ അവിടെ ചിലപ്പോൾ ഓട്ടോമേറ്റഡ് ടൂൾസ് ഉണ്ടായിരിക്കാം, എക്സോർ എന്ന് പറഞ്ഞ ടൂൾസ് വേറെ ഉണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ടൂൾസ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവാം. അപ്പൊ അത് സ്പ്ലങ്കിന്റെ ബേസിക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള ടൂൾസിലോട്ട് സ്വിച്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിൽ സ്പ്ലങ്ക് ആയിരിക്കും കവർ ചെയ്യുക. പക്ഷെ ബാക്കിയുള്ള കോർടെക്സ് എക്സോർ എന്ന് പറഞ്ഞ ടൂളൊക്കെ ഉണ്ട്. അത് പറ്റുവാണെങ്കിൽ ഞാൻ അതിന്റെ ലൈവ് ആയിട്ടുള്ള ഡെമോ കാണിച്ചു തരാം, അതല്ലെങ്കിൽ ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് വെച്ചിട്ടായിരിക്കും കാണിക്കുന്നുണ്ടായിരിക്കാം. ആ ഒരു സ്റ്റോറി കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. സ്ക്രീൻഷോട്ട് വരുമ്പോൾ സ്ക്രീനും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടായിരിക്കും. ആ ഒരു സ്റ്റോറി നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഫൈൻ. തിരിച്ചു വരാം. ഇത് ഒരു ഡാറ്റാ സെന്ററിന്റെ പിക്കാണ്. അതിൽ ഇങ്ങനെ ഒരു റാക്കിന്റെ ഉള്ളിലായിരിക്കും നമ്മുടെ റൗട്ടർ, സ്വിച്ചും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ടായിരിക്കാം. ഒരു സ്ക്വയർ ബോക്സ് പോലെ എല്ലാം ഉണ്ടാവാം. അത് നമുക്ക് കാണുമ്പോൾ ഒക്കെ സെയിം തന്നെയായിരിക്കും, ചെറിയൊരു ചേഞ്ചസ് മാത്രമേ ഇതിലുണ്ടായിരിക്കത്തുള്ളൂ, ജസ്റ്റ് ഇമേജ് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, ഫൈൻ. നമുക്കിത് സോക്കിലോട്ട് വരാം. ഇതിനും ഞാനൊരു സ്റ്റോറി പറയാം. ഒരു കിങ്ഡം ഉണ്ട്. ഒരു കിങ്ഡത്തിൽ ഒരു രാജാവുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് സോൾജിയേഴ്സ് ഉണ്ട്. ഒരു സോൾജർ ചിലപ്പോൾ അമ്പും വില്ലായിരിക്കും, വേറൊരാൾ ഗണ്ണായിരിക്കാം, അങ്ങനെ പല പല ടൂൾസും അവർക്കുണ്ട്. ഈ സോൾജിയേഴ്സിന് പുറമെ ഒരാളും കൂടി ഉണ്ടായിരിക്കും. ഒരു ടവറിന്റെ മുകളിൽ ഒരു ബൈനോക്കുലറും അതേപോലെ ഒരു ബെല്ലും പിടിച്ചിട്ട് നിൽക്കുന്ന ഒരാളുണ്ടായിരിക്കും. ടവർ ഗാർഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആളെന്തിനാ വെക്കുന്നത്? ഇയാളുടെ ഡ്യൂട്ടി എന്തായിരിക്കും? ആരെങ്കിലും വരുന്നത് നോക്കാനും അലർട്ട് ചെയ്യാനും. അതെ, ദൂരേന്ന് ആരെങ്കിലും എനിമീസ് എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് മുൻകൂട്ടി തന്നെ വേഗം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഏർലി ഡിറ്റക്ഷൻ അവിടെ പോസിബിൾ ആയിരിക്കും. അപ്പൊ അങ്ങനെ നമ്മുടെ ആർമീനെ നമുക്ക് അലേർട്ട് ചെയ്യാനും അതേപോലെ തന്നെ വരുന്ന ഡാമേജസ് അല്ലെങ്കിൽ ഇമ്പാക്ട് റെഡ്യൂസ് ചെയ്യാനും നമുക്ക് ഇതിൽ പറ്റുന്നുണ്ടായിരിക്കും. പക്ഷെ ഒരിക്കലും ആൾക്കത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവിടെ നിന്ന് വരുന്നുണ്ടായിരിക്കും, പക്ഷെ അത് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. പകരം അലേർട്ട് ചെയ്ത് നമുക്ക് അതിന്റെ ഇമ്പാക്ട് കുറയ്ക്കാനായിട്ട് പറ്റും. ഇതേ സെയിം കൺസെപ്റ്റ് തന്നെയാണ് സോക്ക് അനലിസ്റ്റും ചെയ്യുന്നുണ്ടായിരിക്കാം. നമ്മൾ എന്ത് ചെയ്യും? അത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരിക്കലും അറ്റാക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ ഇങ്ങനെ അറ്റാക്ക് വരുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്രൂട്ട് ഫോഴ്സ് നടക്കണം. നമ്മളുടെ ഇപ്പൊ ഫേസ്ബുക്ക് എടുക്കാം, ഫേസ്ബുക്കിൽ അവിടെ ഒരു ബ്രൂട്ട് ഫോഴ്സ് നടക്കാണ്. അപ്പോൾ നമുക്ക് എന്താണ് അലേർട്ട് വരുന്നുണ്ട്, ഇങ്ങനെ ഒരു ലോഗിൻ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അലേർട്ട് വരുന്നു. ഒരു 10 തവണ ലോഗിൻ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്, 1 സെക്കൻഡിനുള്ളിൽ 20 തവണ ലോഗിൻ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പൊ അതെന്തായാലും ബ്രൂട്ട് ഫോഴ്സ് ആയിരിക്കും. നമുക്ക് ഉടനെ എന്ത് ചെയ്യാം? നമ്മുടെ പാസ്വേഡ് വേണമെങ്കിൽ മാറ്റി വെക്കാം, വേഗം തന്നെ പാസ്വേഡ്, കോംപ്ലക്സ് ആയിട്ടുള്ള പാസ്വേഡ് മാറ്റാം. അപ്പൊ അവിടെ നമുക്കത് ഏർലി ഡിറ്റക്ട് ചെയ്തു, അത് അറ്റാക്ക് നടക്കാതെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റി. സ്റ്റോപ്പ് ചെയ്യാനല്ല, അവിടെ അറ്റാക്ക് ഇങ്ങനെ ഒരു ബ്രൂട്ട് ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ ഡാമേജ് ഒന്നും വരാതെ നമുക്ക് അത് പ്രോപ്പറായിട്ട് റെമഡിയേഷൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതേ കേസ് തന്നെ ആയിരിക്കും സോക്കിൽ ചെയ്യുന്നുണ്ടായിരിക്കും. എന്താണ്? മോണിറ്റർ ചെയ്യുക, അതേപോലെ തന്നെ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ, അലേർട്ട് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിനെ റെസ്പെക്റ്റീവ് ടീമിനെ നമ്മൾ അറിയിച്ചു കൊടുക്കുക. ദെൻ നമുക്ക് അതിന്റെ ഇമ്പാക്ട് കുറയ്ക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്ക് ചില ടൈമിൽ ഇപ്പൊ ഒരു അറ്റാക്ക് നടന്നു കഴിഞ്ഞാൽ ആ അറ്റാക്കിന്റെ റൂട്ട് കോസ് കണ്ടുപിടിക്കണം. എവിടെ നിന്നാണ് അറ്റാക്ക് സ്റ്റാർട്ട് ആയത്, അവിടെ തൊട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ദെൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏർലി ഡിറ്റക്ഷൻ ഓഫ് പോസിബിൾ എനിമി അറ്റാക്ക്, റെഡ്യൂസ് ദ ഇമ്പാക്ട് ഓർ ഡാമേജസ് ഓഫ് ദി അറ്റാക്ക്. പിന്നെ റെസ്പോൺസിബിലിറ്റി എന്താ വരുന്നത്? നമുക്ക് മോണിറ്റർ ചെയ്യുക, ആർമീനെ അലാം ചെയ്യാം. ആർമി മീൻസ് നമ്മുടെ ടീമിനെ, റെസ്പെക്റ്റീവ് ടീമിനെ അലാം ചെയ്യുക എന്നുള്ളതാണ് വരുന്നത്. ഇതാണത്. ആ ഒരു സോൾജിയേഴ്സിന് പല ടൂൾസ് ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സോൾജിയേഴ്സ് ആണ് ഇത് എൻഡ് പോയിന്റ് സെക്യൂരിറ്റി എഞ്ചിനീയർ, നെറ്റ്വർക്ക് സെക്യൂരിറ്റി എഞ്ചിനീയർ, VAPT,
IAM അതേപോലെ ഒരുപാട് ടീംസ് ഉണ്ടായിരിക്കും. അവർക്ക് അവരുടേതായ ടൂൾസുകളുണ്ട്. ഇത് എൻഡ് പോയിന്റ് സെക്യൂരിറ്റി സൊല്യൂഷൻസ് ആണ്, ഇത് നെറ്റ്വർക്ക് സെക്യൂരിറ്റി സൊല്യൂഷൻസ് ആണ്. ഇങ്ങനെ പല പല ടൂൾസുകളും അവർക്ക് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ടൂൾ എന്താ വരുന്നത്? നമ്മുടെ ടൂൾ എന്ന് പറയുന്നത് നമ്മുടെ സിം ടൂള്, സ്പ്ലങ്ക് ആണ് നമ്മുടെ ടൂള്. ഇപ്പൊ നമ്മുടെ കേസിൽ വരുമ്പോൾ അതേപോലെ തന്നെ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോറ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ ത്രെറ്റ് ഇന്റലിജൻസ്, ത്രെറ്റ് ഹണ്ടിങ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ കയ്യിൽ വരുന്നുണ്ടായിരിക്കുക. അതിന് അതിൻ്റെതായ റെസ്പെക്റ്റീവ് ടൂൾസ് ഉണ്ടാവും. ഇത് ടെക്നോളജീസിന്റെ പേരാണ്, അതിന്റെ ടൂൾസ് വേറെയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഒരു ചുരുക്കി പറയുകയാണെങ്കിൽ സോക്ക് ടീം എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു സ്ക്രീനിൽ അവരിങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഫേസ്ബുക്കിൽ ആരെങ്കിലും, ഇപ്പൊ എൻ്റെ അക്കൗണ്ടിൽ ചൈനയിൽ നിന്ന് ആരോ ലോഗിൻ ചെയ്ത് നോക്കണം, എനിക്കൊരു നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷൻ നമുക്ക് വേണമെങ്കിൽ ഒരു അലേർട്ട് ആയിട്ട് പറയാം. അങ്ങനെ എന്തെങ്കിലും അലേർട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ അലേർട്ടിനെ അനലൈസ് ചെയ്യും, അത് ലെജിറ്റിമേറ്റ് ആണോ അല്ലേ എന്നുള്ളത്. ലെജിറ്റിമേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ തന്നെ ചൈനയിൽ പോയിട്ട് ലോഗിൻ, എൻ്റെ വേറെ ഡിവൈസിൽ നിന്ന് ലോഗിൻ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അത് ലെജിറ്റിമേറ്റ് ആണ്, ഞാൻ തന്നെയാണത്. അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. അങ്ങനെ ലെജിറ്റിമേറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ അലേർട്ടിനെ ഇഗ്നോർ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ അത് മലീഷ്യസ് ആണ്, ബാഡ് ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ റെസ്പെക്റ്റീവ് ടീമിന് അത് റിപ്പോർട്ട് ചെയ്യും. അതിന് വേണ്ട ആക്ഷൻസും കാര്യങ്ങളും എടുക്കേണ്ടതായിട്ട് വരും. അതേപോലെ നമുക്കിപ്പോൾ വേറെ ഏതെങ്കിലും ടീമായിട്ട് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി ഒരടുത്ത് ഞാനൊരു ഡൗട്ട്, നമ്മുടെ ഇതിനുള്ള നോട്ട്സ് എങ്ങനെയാണ്? ക്ലാസ് നോട്ട്സ് ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്ന നോട്ട്സുകൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഞാൻ റെക്കോർഡഡ് വീഡിയോസ് അയച്ചുതരും, അതിൽ നിന്ന് ചെറുതായിട്ട് നോട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് പോലെ നമ്മൾ അയച്ചു തരുന്നുണ്ടായിരിക്കും. അതായത് എൻ്റെ അടുത്ത് ഇപ്പൊ ഡെയിലി ചെയ്യാൻ പറഞ്ഞത്, ഒന്ന് ഗൂഗിളിലെ ന്യൂസ് നോക്കുക, പിന്നെ ഇപ്പോഴേ മോക്ക് ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാം അല്ലെ? മോക്ക് ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യേണ്ടത് ഞാൻ PDF അയക്കുന്നുണ്ട്, ആ PDF പ്രിപ്പയർ ചെയ്യപ്പോ തൊട്ട്. അതെ, ആ PDF തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും, ഈ നോട്ട്സിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതിന് പുറമെ സെപ്പറേറ്റ് ആയിട്ട് ഡെയിലി നോട്ട്സും കീപ്പ് ചെയ്യണം. ക്ലാസ്സിൽ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഞാൻ ഒരു PDF അയച്ചിടാം, അപ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും. ഒരു മിനിറ്റ്, ഞാൻ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിലോട്ട് ആ PDF അയച്ചിടാം. ഒരു മിനിറ്റ്. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റത്തെ PDF ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നോക്കാം. ഇതേപോലെ ഓരോ നോട്ട്സും, ഇത് നോട്ട്സ് ആയിട്ട് കൂട്ടണ്ട, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആയിട്ട് നോക്കിയാൽ മതി. അയച്ചു തരുന്നുണ്ടായിരിക്കും, അത് കവർ ചെയ്ത് പോയാൽ മതി. ഉദ്ദേശിച്ച ഡെയിലി ക്ലാസ്സിന്റെ നോട്ടല്ലേ? ഞാൻ നോട്ടൊന്നും ഉദ്ദേശിച്ചത്, ഇപ്പൊ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോ എനിക്ക് അതിനനുസരിച്ച് എഴുതി പോകാൻ പറ്റിയെന്ന് വരില്ല. അതിപ്പോ എഴുതി പോവാൻ അതിന് പകരം റെക്കോർഡഡ് വീഡിയോസ് കണ്ടാ മതി. ഈ റെക്കോർഡഡ് വീഡിയോസ് എങ്ങനെ ആക്സസ് ചെയ്യുന്നത്? ഞാൻ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും ഗ്രൂപ്പിൽ, ഡെയിലി ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. ഡ്രൈവ് ആണോ അതോ ആപ്പ് ആണോ? ഇല്ല, ഞാൻ യൂട്യൂബിൽ പ്രൈവറ്റ് ആക്കിയിട്ടിട്ട് അൺലിസ്റ്റ് ചെയ്തിട്ട് പ്രൈവറ്റ്. ഓക്കേ, മനസ്സിലായി. ക്ലിയർ അല്ല, അത് മനസ്സിലായി. ഇനി ഇപ്പൊ നമ്മള് സോക്കില് ജോബിന് കയറുമ്പോൾ നമ്മളൊരു L1 അനലിസ്റ്റ് ആയിട്ടായിരിക്കും കയറുന്നുണ്ടായിരിക്കാം. L1 സെക്യൂരിറ്റി അനലിസ്റ്റ്. ഈ L1 സെക്യൂരിറ്റി അനലിസ്റ്റ് എന്താ ചെയ്യാന്ന് വെച്ചാല്, നമുക്ക് ഇങ്ങനെ അലേർട്ടുകൾ വരും. അലേർട്ട് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഇങ്ങനെ അലേർട്ട് വരുമ്പോൾ അത് ലെജിറ്റിമേറ്റ് ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കും. ലെജിറ്റിമേറ്റ് ആണെങ്കിൽ നമ്മൾ കളക്ട് ചെയ്ത കുറച്ച് ഇൻഫോർമേഷൻസ്, എവിഡൻസും കാര്യങ്ങളും ഉണ്ടായിരിക്കും.
അതൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് ഇവർ എന്ത് ചെയ്യും, L2 അനലിസ്റ്റിന് അത് ഫോർവേഡ് ചെയ്യും. L2 അനലിസ്റ്റ് ആണ് ഒന്നുകൂടെ അത് അറ്റാക്കിനെ കൺഫേം ചെയ്തിട്ട് അതിന് വേണ്ട റെമഡിയേഷനും കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കും. പിന്നെ L3 വരുമ്പോൾ അത് വരുന്നത് സോക്ക് ലീഡ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ. പിന്നെ നമ്മുടെ കമ്പനിയിൽ വരുന്നുണ്ടായിരിക്കും സോക്ക് മാനേജർ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ സോക്ക് ഡയറക്ടേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ ഏറ്റവും ടോപ്പിൽ വരുന്നതാണ് സിസോ. അപ്പോൾ നമ്മുടെ കമ്പനീസിൽ 3 ഷിഫ്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഓരോ ഷിഫ്റ്റിലും സോക്ക് ലീഡ് ഉണ്ടായിരിക്കും. സോക്ക് അല്ലെങ്കിൽ നമുക്കൊരു ഷിഫ്റ്റ് ലീഡ് എന്ന് പറയാം. ഓരോ ഷിഫ്റ്റിലും ഓരോ സോക്ക് ലീഡ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ 2 L2 ഒരു L1. അത് കമ്പനീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കമ്പനിയുടെ മെമ്പേഴ്സ് എത്രയാണെന്നനുസരിച്ച് എൻ്റെ എണ്ണം കൂടാൻ കുറയാം. ഇപ്പൊ 2 L2 ഒരു L1 എന്തായാലും ഉണ്ടായിരിക്കും. ഓക്കെ. ദെൻ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക L2നായിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കുക. നമ്മൾ ദെൻ വീക്കിലി, മന്ത്ലി, ക്വാർട്ടർലി അങ്ങനെ 3 രീതിയിൽ നമ്മൾ റിപ്പോർട്ടും ചെയ്യുന്നുണ്ടായിരിക്കും. അത് മീറ്റിംഗിലായിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞോളൂ. എന്താണ് റിപ്പോർട്ട് ചെയ്യുന്നത്? റിപ്പോർട്ട് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് എത്ര അലേർട്ട് വന്നു, ആ അലേർട്ട് എത്ര എണ്ണം നമ്മൾ ക്ലോസ് ചെയ്തു, ഇനി എത്ര എണ്ണം പെൻഡിങ് ഉണ്ട്, ഇനി എത്ര എണ്ണം നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്, എത്ര എണ്ണം ഓപ്പൺ ചെയ്യാത്തതുണ്ട്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. അത് റിപ്പോർട്ടിങ്ങിന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ടായിരിക്കും. അത് ഏറ്റവും ലാസ്റ്റ് വരേണ്ടതാണ്. ഓക്കെ. ഇപ്പം ഓരോ ഷിഫ്റ്റ് ഉണ്ടല്ലോ. ഇപ്പൊ ഞാനിപ്പോ മോർണിംഗ് ഷിഫ്റ്റിലാണ് ഉള്ളത്. എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞു. ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഷിഫ്റ്റിന്റെ ടൈമിങ് ചിലപ്പോൾ കമ്പനീനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും കേട്ടോ. ഇപ്പൊ എൻ്റെ മോർണിംഗ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ നൈറ്റ് ഷിഫ്റ്റ് ഞാൻ പോവാണ്, വീട്ടിലോട്ട് പോവാണ്. പോകുന്നതിന് മുൻപ് നമ്മളൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അത് നൈറ്റ് ഷിഫ്റ്റിൽ വരുന്ന ആൾക്കാരായിട്ടായിരിക്കും മീറ്റിംഗ് ഉണ്ടായിരിക്കുക. എന്ന് വെച്ചാൽ എൻ്റെ ഷിഫ്റ്റ് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. ഇപ്പോൾ ഇതിൽ മോർണിംഗ് ഷിഫ്റ്റിൽ ഒരു 100 അലേർട്ട് ടോട്ടൽ വന്നു എന്ന് വിചാരിക്കാം. അതിൽ ഞാനിപ്പോൾ 80 എണ്ണമാണ് ഞാൻ ക്ലോസ് ചെയ്ത് നോക്കുന്നത്. അതിൽ 10 എണ്ണം ഇപ്പോഴും ഓപ്പൺ ചെയ്തിട്ടാണ് കിടക്കുന്നത്. അതിപ്പോഴും പ്രോസസ്സിങ്ങിലാണ്. 10 എണ്ണം ഞാൻ അൺഓപ്പൺഡ് ആണ്, ഓപ്പൺ പോലും ചെയ്തിട്ടില്ല. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ ഈ അടുത്ത ഷിഫ്റ്റിൽ വരുന്ന ആളോട് പറയണം. അപ്പൊ ഇവിടെ ക്ലോസ് ആയിട്ടുള്ള കാര്യങ്ങൾ ആരും നോക്കില്ല. അതേപോലെ ഓപ്പൺഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് ചിലപ്പോൾ നോക്കിയെന്ന് വരത്തില്ല. അത് നമ്മളാണ് ഓപ്പൺ ചെയ്ത് നമ്മൾ തന്നെ ക്ലോസ് ചെയ്യണം. ഈ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, അടുത്ത ഷിഫ്റ്റിൽ വരുന്ന ആൾക്കാർ നോക്കുന്നുണ്ടായിരിക്കും. നൈറ്റ് ടൈമിലാണ് കൂടുതലും ഇങ്ങനെ അലേർട്ടുകൾ കൂടുതൽ വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇപ്പോൾ നമ്മൾ മോർണിംഗിൽ നമുക്കൊരു ഇതേപോലെ തന്നെ മീറ്റിംഗ് ഉണ്ടായിരിക്കും, ഇറങ്ങുന്ന ടൈമിൽ മീറ്റിംഗ് ഉണ്ടായിരിക്കും. മോർണിംഗിൽ എന്തിനാന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾ തൊട്ട് മുന്നത്തെ ഷിഫ്റ്റിലുള്ള ആളുടെ നിന്ന് നമ്മൾ കളക്ട് ചെയ്യണം. ഇറങ്ങുന്ന ടൈമിലാകുമ്പോൾ നമ്മളത് അടുത്ത ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ ഓക്കെ ഫൈൻ. പിന്നെന്ന് പറഞ്ഞോളൂ. ഓക്കെ ഫൈൻ. ഇപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മളിപ്പോ ലിങ്ക്ഡിനിലോ എവിടെയെങ്കിലും ഒക്കെ നോക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും ജോബ് റോൾ കൊടുക്കുന്നുണ്ടായിരിക്കുക. സോക്ക് അനലിസ്റ്റ് L1, സോക്ക് അനലിസ്റ്റ് L2 എന്ന രീതിയിൽ വരുന്നുണ്ടായിരിക്കും. അതിന് പുറമെ ചിലപ്പോൾ കാണാനായിട്ട് പറ്റും ത്രെഡ് ഹണ്ടർ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടായിരിക്കും. അതല്ലെങ്കിൽ ഇൻസിഡന്റ് ഹാൻഡലറോ ഫോറൻസിക് ഇൻവെസ്റ്റിഗേറ്റർ അങ്ങനെ കുറച്ച് ടേംസ് ഉണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ മോഡേൺ സോക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ L1, L2, L3 ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത്. പക്ഷെ ഓരോ കാര്യത്തിനും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഓരോരുത്തരെ വെക്കണമെന്നുള്ളൂ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരാളായിരിക്കും. അപ്പോൾ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ എന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ ചിലപ്പോൾ ബാക്ക് എൻഡ് ഡെവലപ്പർ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരിക്കും. അതേപോലെ ഫ്രണ്ട് എൻഡ് ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ ഡിസൈനിങ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് UI ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരാളുണ്ടായിരിക്കും. അപ്പം അങ്ങനെ ഒരു ജോബാണ്, അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും. അപ്പം അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ജോബിനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഓരോ പേഴ്സൺസിനെ ഹയർ ചെയ്യുന്ന രീതിയിലും നമുക്ക് ജോബ് റോൾ വരുന്നുണ്ടായിരിക്കും. മാൽവെയർ അനലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. മാൽവെയർ അനലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിഷിംഗ് ഇമെയിലൊക്കെ വരുന്നത്, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ നെറ്റ്വർക്കിൽ വരുന്ന മാൽവെയറിനെ അനലൈസ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരിക്കും ആൾ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പം അങ്ങനെ മോഡേൺ സോക്കിൽ ത്രെഡ് ഹണ്ടർ, ഇൻസിഡന്റ് ഹാൻഡലർ, മാൽവെയർ അനലിസ്റ്റ്,
പിന്നെ ത്രെറ്റ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും, അത് റയർ ആണ്. പിന്നെ ഫോറൻസിക് ഇൻവെസ്റ്റിഗേറ്റർ, ദെൻ ഓട്ടോമേഷൻ എഞ്ചിനീയർ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഓട്ടോമേഷൻ എഞ്ചിനീയർ. പിന്നെ ഇപ്പോൾ റെഡ് ടീം, നമ്മുടെ റെഡ് ടീമിന്റെ ആൾക്കാരും അതിൽ വരുന്നുണ്ടായിരിക്കും റയർ ആയിട്ട്. എന്നുവെച്ചാൽ സോക്കിൽ റെഡ് ടീം റയർ ആയിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കും. അത് സെപ്പറേറ്റ് ആയിട്ട് ടീം വേറെ ആയിരിക്കും. സോക്ക് ടീം പറഞ്ഞോളൂ. ഓരോരോ കാര്യങ്ങളിലെ ത്രെഡ് ഹണ്ടർ, ഇൻസിഡന്റ് ഹാൻഡലർ, മാൽവെയർ അനലിസ്റ്റ്, ന്യൂ ജനറേഷൻ സ്റ്റോക്ക് ഓരോരോ കാര്യത്തിൽ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള അതെ, ഇതൊക്കെ തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയാം. എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആണ് ശരിക്കും. ഇതെല്ലാം നമ്മൾ ചെയ്യണ കാര്യങ്ങളാണ്, സോഫ്റ്റ് അനലിസ്റ്റിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ചില കമ്പനീസിൽ ഇപ്പോ ഈ ഒരു കേസ് എടുക്കാം, മാൽവെയർ അനലിസ്റ്റിന്റെ കേസ് എടുക്കാം, അതായിരിക്കും കൂടുതലായിട്ടും കാണുന്നുണ്ടായിരിക്കാം. ആ ഒരു കേസ് ആണെങ്കിൽ ചില കമ്പനീസിൽ അതിന് വേണ്ടി മാത്രമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ആളെ വേണ്ടതായിട്ട് വരും. അപ്പോൾ അവരെങ്ങനെ ഹയർ ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങൾ തൊട്ട് മുന്നത്തെ കമ്പനിയിൽ ഏത് ജോബ് റോളിലാണ് കൂടുതൽ വർക്ക് ചെയ്ത് നോക്കുന്നത്, നിങ്ങളുടെ ജോബിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കും. അപ്പൊ നമ്മൾ ജസ്റ്റ് മോണിറ്റർ ചെയ്തിരുന്നു എന്ന് മാത്രം പറഞ്ഞാൽ നമ്മൾ ഇതിലോട്ട് ഹയർ ചെയ്യില്ല. നമുക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും നോളജ് ഉണ്ടോ, അത് ഒരു മാൽവെയർ വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് അനലൈസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നുണ്ടോ എന്നുള്ളത് അവർ നോക്കും. ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും അതിലോട്ട് ഉണ്ടായിരിക്കാം. ഒരു 50% ആ മാൽവെയർ അനലിസ്റ്റ് എന്ന റോള് തൊട്ട് മുന്നത്തെ ജോബിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലോട്ട് നമുക്ക് പോവാം, ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിലോട്ട് പോകാനായിട്ട് പറ്റും. ഇതെല്ലാം നമ്മൾ അറിയുന്ന കാര്യങ്ങളാണ്. ഇതിപ്പോ എല്ലാം കൂടി നോക്കണ്ട, ഇപ്പൊ ഇത്ര മനസ്സിലാക്കുക, സോക്ക് ടീം എന്താ ചെയ്യുക, 24/7 hours മോണിറ്റർ ചെയ്യും. ഓക്കെ ക്ലിയർ അല്ലേ? ഫൈൻ. ഒരു മിനിറ്റ്. ഓക്കെ, ഇനി ഇതില് കഴിഞ്ഞു അല്ലേ? ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ 2-3 ലിങ്കുകൾ അയച്ചുതരാം, അത് ഒന്ന് ഗോ ത്രൂ ചെയ്തോളൂ. ഓക്കെ, ഇത് ജസ്റ്റ് ആർട്ടിക്കിൾസ് ആണ് സൈബർ അറ്റാക്സിനെ കുറിച്ചിട്ടും. പിന്നെ ഇവിടെ ലാസ്റ്റ് ഞാൻ അയച്ചേക്കുന്നത് ഹാക്കിംഗ് ആർട്ടിക്കിൾസ് ആൻഡ് മീഡിയ. ആ 2 ബ്ലോഗിൽ ഒരുപാട് സൈബർ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ന്യൂസും ടിപ്സും റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതിൽ നോക്കാനായിട്ട് പറഞ്ഞോളൂ. ഹാക്കർ റാങ്ക് എങ്ങനെയുണ്ട്? ഹാക്കർ റാങ്കിൽ ന്യൂസുകൾ വരുന്നുണ്ടോ? ഞാനൊരു 2 ദിവസമായിട്ട് ജസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. അത് മറ്റേ ഇത് ന്യൂസ് ആയിട്ടുണ്ടോ അതില്? ന്യൂസ് അതെ, ഡെയിലി ഉണ്ട്. ഉണ്ടെങ്കിൽ നല്ലതാണ്. ഹാക്കർ ന്യൂസ്. വൺ സെക്കൻഡ്. നമുക്ക് കിട്ടുന്ന അത്രയും എവിടെ നിന്നൊക്കെയാണ് കിട്ടുന്നത് അതൊക്കെ യൂസ് ചെയ്തോളൂ. അല്ല, ജസ്റ്റ് എനിക്ക് ഈ ഒരു ഇത് വേണോന്ന് വിചാരിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഈ സൈറ്റ് ഒന്ന് നോക്കി. ഞാൻ അത്യാവശ്യം തിരക്കിടില്ല. ഞാൻ ഇന്നൊക്കെ ഇതാകുമ്പോ അവര് ഡെയിലി ജസ്റ്റ് ഇങ്ങനെ തുടങ്ങിയിട്ടില്ല. അതൊന്ന് ഫോളോ ഡെയിലി ഉണ്ട്. ഡെയിലി ഒരു 5 ആർട്ടിക്കിൾസ് എങ്കിലും ഒരു മിനിമം ഫോളോ ചെയ്യുന്നുണ്ട്. ഫോളോയിങ് മീൻസ് അങ്ങനെയല്ല, ഇടുന്നുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ഒരു ടാസ്ക് ആണ് തന്നത്, ഇങ്ങനെ ഡെയിലി ന്യൂസ് നോക്കണമെന്ന്. ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ജസ്റ്റ് ഈ ഒരു റിസോഴ്സ് കൂടെ എങ്ങനെയുണ്ട്, അതിന്റെ ജെന്യൂനിറ്റി മീൻസ് എങ്ങനെയുണ്ട്, കൊള്ളാമോ എനിക്കറിയില്ല. ഞാനൊന്ന് നോക്കിയിട്ട് പറയാം, നോക്കി നോക്കട്ടെ കേട്ടോ. ഡെയിലി ന്യൂസ് ഉണ്ടെങ്കിലും നല്ലതാണ്. അതെ, ഇതൊരു ഡെയിലി ഒരു 5 ന്യൂസ് മിനിമം ഉണ്ടാവും. അതാണ്. അപ്പൊ എനിക്ക് അതൊരു ഹാബിറ്റ് ആക്കണമെന്ന് വിചാരിച്ചതാണ്. അപ്പം എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെയല്ല. എനിക്കൊരു എൻട്രി നോക്കുന്നത് ഞാൻ ഡിഫെൻസ് ചെയ്യുന്നതാണ്, ഓൺലി ഡിഫെൻസ്. അപ്പൊ ജസ്റ്റ്
ഇത് കുഴപ്പമില്ല, നല്ല തന്നെയാണ്. ഈ സൈറ്റ് നല്ലതാണ്, ഇതിൽ നോക്കിയാലും മതി. ഇത് മതിയോ? പക്ഷെ ഇതിന് ഇച്ചിരി സ്റ്റാൻഡേർഡ് ഇത്തിരി കൂടുതലാണെന്നൊരു ഡൗട്ടുണ്ട്. അല്ല, നമുക്കിപ്പോ ഒരു അറ്റാക്ക് എന്തൊക്കെയാണ് നടന്നത് നമുക്ക് അറിയേണ്ട കാര്യങ്ങള്. ഇപ്പൊ റീസെന്റ് ആയിട്ട് എന്ത് അറ്റാക്കുകളാണ് നടന്നത്, എന്തൊക്കെ ടെക്നോളജീസ് ആണ് വന്ന് നോക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ടാക്ടിക്സ് ആണ് ഇപ്പൊ ഉള്ളത് എന്നൊക്കെയാണ് മെയിൻ ആയിട്ട് അറിയേണ്ടത്. അപ്പൊ അത് ഇവിടെ നിന്ന് കിട്ടിയാലും നല്ലതാണ്, ഏതൊരു സൈറ്റിൽ നിന്ന് കിട്ടിയാലും നല്ലത് തന്നെയാണ്. ഞാൻ ഏതെങ്കിലും ഒരെണ്ണം റെഗുലർ ആയിട്ട് നോക്കി നോക്കി പോകാനാണ് ഞാനിപ്പോ ജസ്റ്റ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇതാണെങ്കിൽ അത്യാവശ്യം ഡെയിലി ഒരു 5 ആർട്ടിക്കിൾ എന്തായാലും ഉണ്ടാവും അവർ കണ്ടിട്ടുണ്ട്. അപ്പം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഈ ഒരു ട്രെയിനിങ്ങിന്റെ കൂടെ കൊണ്ടുപോകാന്ന് വിചാരിച്ചതാണ്. ഇത് നോക്കിക്കോളൂ, ഈ ഒരു സൈറ്റ് നോക്കിക്കോളൂ. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ന്യൂസ് നോക്കിക്കോളൂ, അതിൽ ഏതാന്ന് വെച്ചാൽ നോക്കിയാൽ മതി. അതെന്തായാലും കൊള്ളാം, ഞാൻ നോക്കാം. ഇതിപ്പോ 5 എണ്ണമായിട്ട് വരുന്നുണ്ടല്ലോ ഡെയിലി. മിനിമം 5 എണ്ണം വരുന്നുണ്ട്. അപ്പൊ ഇത് തന്നെ നോക്കിക്കോളൂ, നല്ലതാണ്, കുഴപ്പമില്ല. ഞാനിപ്പോ വേറെ എന്തോ പറയാൻ വന്നത്, എന്തോ പറയുന്നു. ഓക്കെ, ടെലഗ്രാമിലുണ്ടോ? ഞാനൊരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം. ഹാക്കിംഗ് ആർട്ടിക്കിൾസിലുണ്ടല്ലേ? അത് നല്ലതാണ് അതില്, പക്ഷെ ചിലത് കിട്ടുന്നില്ല എനിക്ക്, ചില സിപ്പ് ഫയൽസ് കിട്ടുന്നില്ല. എന്തായിരുന്നു? ഏത് ഗ്രൂപ്പാണ് അതില്? വിജിലന്റ് ബൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ലേ? മെമ്പർ അല്ലല്ലോ. അപ്പൊ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ വേക്കൻസീസിന്റെ കാര്യങ്ങളൊക്കെ അതിലായിരിക്കും ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കാം. ദെൻ അതേപോലെ തന്നെ ഈ നമുക്ക് വേണ്ട സോഫ്റ്റ്വെയർസ് എന്തെങ്കിലും ക്രാക്ഡ് വേർഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. കാണുന്നുണ്ടോ? മുകളിലോട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ നോക്കുന്നുണ്ട്. അതിൽ നെസസിന്റെ ഒക്കെ ക്രാക്ഡ് വേർഷൻസ് അതിലുണ്ട്. ഓക്കെ സാർ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. നാളെ ഫ്രീ ആണോ അതോ മൺഡേ ആണോ, എങ്ങനെയാണോ? കുഴപ്പമില്ല, എനിക്ക് ഈ ക്ലാസ്സിന്റെ ഒരു ഔട്ട്ലൈൻ തരുക, മീൻസ് എങ്ങനെയാണ് നമ്മൾ പോകുന്നത്, ഏത് ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നതെന്ന് ജസ്റ്റ് എനിക്കൊരു അറിയുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി, മീൻസ് ഞാനും കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ക്ലാസ്സിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഈ ഒരു കുറച്ച് ദിവസത്തിൽ നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ തന്നെയായിരിക്കും കവർ ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ നെറ്റ്വർക്ക് സെക്യൂരിറ്റി സൊല്യൂഷൻ, എൻഡ് പോയിന്റ് സെക്യൂരിറ്റി സൊല്യൂഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും കവർ ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ വൾനറബിലിറ്റി അസസ്മെന്റ് ഒക്കെ അവിടെ കവർ ചെയ്തിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ? ശരി, ഞാൻ പറയട്ടെ. അവിടെ കഴിഞ്ഞത് എന്താ പറയാ, ഞാൻ ഒരു കംപ്ലീറ്റ് ബിഗിനറിനെ പോലെയാണ് നിൽക്കുന്നത്. അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്, നല്ലപോലെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്, പക്ഷെ ഞാൻ അത്രയ്ക്ക് പഠിക്കാൻ കവർ ചെയ്യാൻ പറ്റില്ല. അല്ല, സോക്കില് വി എ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ല, അത് അറിഞ്ഞു വെച്ചാൽ മതി. നെസസ് എന്ന് പറഞ്ഞ ടൂൾ യൂസ് ചെയ്യാനായിട്ട് അറിഞ്ഞു വെച്ചാൽ മതി. ചില കമ്പനീസിൽ നമ്മളോട് പറയും ഇങ്ങനെ നെസസ് വെച്ചിട്ട് സ്കാൻ ചെയ്യുന്നു പറഞ്ഞിട്ട് നമുക്ക് പറയുന്നുണ്ടായിരിക്കും. അപ്പൊ ആ റിപ്പോർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് പെൻ ടെസ്റ്റേഴ്സിന് കൊടുക്കുന്നത് ചില കമ്പനീസിൽ, ഒരു 1% കമ്പനീസിൽ മാത്രമായിരിക്കും അത് വരുന്നുണ്ടായിരിക്കാം. ചെയ്തിട്ട് നല്ല ടൈം എടുത്ത് ചെയ്യുന്ന ഒരു ടൂൾ അല്ലേ, മീൻസ് നല്ല ടൈം എടുത്ത് റിപ്പോർട്ട് ഉണ്ടാക്കുന്ന. കുറച്ച് ടൈം എടുക്കുന്നതാണ്. നല്ല സമയം എടുക്കും, ഒരു 8 to 10 hours എടുക്കും.
കുഴപ്പമില്ല, നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മളിപ്പോ ഇനി മൺഡേ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഒരു 2 ഡേയ്സ് അല്ല, മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ തൊട്ട് ചിലപ്പോൾ നമ്മൾ പ്രാക്ടിക്കൽസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ ലാബൊക്കെ സെറ്റപ്പ് ചെയ്ത് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ. ഓക്കെ, AW ഞാനൊരു പറഞ്ഞോളൂ. അല്ല സോറി, ഇടയ്ക്ക് ചോദ്യം മീൻസ്, അതായത് നമുക്ക് പ്രീ റിക്വസിറ്റ് ആയിട്ട് മീൻസ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി, ഇപ്പൊ കുറച്ചുകൂടി കാര്യങ്ങൾ ഇന്ന ടോപ്പിക് ഇന്ന സെക്ഷൻ കുറച്ചുകൂടി നോക്കിയിട്ട് വരുവാണെങ്കിൽ ഇന്ന നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ് ചെയ്യാന്ന് പറയാം ചിലടത്ത്. അപ്പൊ അതേപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. കാരണം ഞാൻ പറഞ്ഞ മനസ്സിലാവും. കിട്ടിയോ ഞാൻ പറഞ്ഞത്? വോയിസ് ഒന്ന് ബ്രേക്കായി, ഒന്നുകൂടെ ഒന്ന് പറയൂ. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ജസ്റ്റ് ടോപ്പിക്, ഇപ്പൊ എനിക്ക് ഇപ്പൊ പറയുന്ന ക്ലാസ് അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ച് ഒന്ന് റെഫർ ചെയ്ത് ഒന്ന് പഠിക്കുമ്പോഴേ എനിക്ക് മനസ്സിലാവുള്ളൂ, അല്ല പെട്ടെന്ന് ക്യാച്ച് ചെയ്യില്ല. എനിക്ക് നല്ല വർക്ക് ചെയ്യണം. ഞാൻ അത്യാവശ്യം വർക്ക് ചെയ്യുന്ന കൂട്ടത്തിലാണ് എന്തെങ്കിലും ഒരു ടോപ്പിക്ക് കിട്ടിയാൽ എന്റെ ഓക്കെ. പുറകെ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താണ് എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്നാണോ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ. നമ്മൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് നെറ്റ്വർക്ക് സെക്യൂരിറ്റി സൊല്യൂഷൻസും എൻഡ് പോയിന്റ് സെക്യൂരിറ്റി സൊല്യൂഷൻസ് ആണ്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓക്കെ നമുക്ക് അറിയേണ്ട 2-3 സൊല്യൂഷൻസ് ആയിരിക്കും നമ്മൾ കവർ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം ആ ഒരു സിലബസ് കയ്യിലുണ്ടോ? ഉണ്ടല്ലോ, എനിക്ക് വാട്സപ്പ് ചെയ്തല്ലേ? അതിന്റെ ഓർഡറിൽ ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ മതി. അതിന്റെ ഓർഡറിലല്ല. അതിലിപ്പോ നെറ്റ്വർക്ക് സെക്യൂരിറ്റി എൻഡ് പോയിന്റ് സെക്യൂരിറ്റി എന്ന് കൊടുത്തിട്ടില്ലേ? നെറ്റ്വർക്ക് സെക്യൂരിറ്റി, എൻഡ് പോയിന്റ് സെക്യൂരിറ്റി, VM, ത്രെറ്റ് ഇന്റലിജൻസ്. ആദ്യത്തെ 4 സെയിം തന്നെയായിരിക്കും, ബാക്കിയുള്ളതിൽ ചേഞ്ച് ഉണ്ടായിരിക്കും. ഓക്കെ. ആദ്യത്തെ 4 നമുക്കിപ്പോ VM-ലും തിയറി ഉണ്ട്, അതേപോലെ തന്നെ പ്രാക്ടിക്കൽസ് നമ്മൾ കുറച്ച് NSSന്റെ ലാബ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ TA-യിലും അതെ, തിയറി ഉണ്ട്, അതേപോലെ പ്രാക്ടിക്കൽസും വരുന്നുണ്ടായിരിക്കും. ഈ ആദ്യത്തെ 4 നോക്കിക്കോളൂ. നെറ്റ്വർക്ക് സ്ക്രീൻ കാണുന്നില്ലല്ലേ? ഉണ്ടോ? ഉണ്ട്. ഓക്കെ. നെറ്റ്വർക്ക് സെക്യൂരിറ്റി, എൻഡ് പോയിന്റ് സെക്യൂരിറ്റി, VM, ത്രെറ്റ് ഇന്റലിജൻസ്, ഈ 4 ഒന്ന് നോക്കിക്കോളൂ. അതല്ലെങ്കിൽ മൺഡേക്ക് ആണെങ്കിൽ ഈ 2 കാര്യങ്ങൾ മാത്രം, നെറ്റ്വർക്ക് സെക്യൂരിറ്റി ആൻഡ് എൻഡ് പോയിന്റ് സെക്യൂരിറ്റി. ഓക്കെ, ജസ്റ്റ് ചോദിച്ചതുള്ളൂ, ഒരു ബേസിക് ഐഡിയ ഉണ്ടാക്കിയിട്ട്. അപ്പൊ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ട്. ഓക്കെ. ഇന്ന് പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല, ഇന്ന് ഓക്കെ. അങ്ങനെ പറഞ്ഞോളൂ. ഇനി എന്താണ്? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു റെക്കോർഡ് സെഷൻ ഒന്ന് കാണാൻ നോക്കുക. എന്നിട്ട് അതിൽ പറയുന്നത് എന്താണ് മനസ്സിലാവുന്ന വെച്ചാൽ അതിന്റെ ചെറിയൊരു പോയിന്റ് ഔട്ട് ചെയ്ത് വെക്കാം. ഓക്കെ. അപ്പൊ തന്നെ ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് റെക്കോർഡ് സെഷൻ കണ്ടിട്ട് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യാം. ദെൻ പിന്നെ ചെയ്യേണ്ടത്, ലിങ്ക് ഞാൻ വാട്സാപ്പ് ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ദെൻ ഞാൻ അയച്ച PDF നോക്കുക. ക്വസ്റ്റ്യൻസ് ഇപ്പൊ തൊട്ടേ ഓരോന്നോരോന്നായിട്ട് പഠിച്ചു പൊക്കോളൂ. അതിൽ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ അതും ചോദിച്ചോളൂ. ഓക്കെ, അതായത് എനിക്ക് വാട്സാപ്പിൽ ഷെയർ ചെയ്ത PDF അത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എനിക്ക് ജസ്റ്റ് ഒരു പേരും പിന്നെ ഒരു യൂട്യൂബ് ചാനലിന്റെ പേരേ അറിയുള്ളൂ. ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഓക്കെ. എൻ്റെ പേര് നിമിഷ. ഞാനിപ്പോ കാലിക്കറ്റ് ആണ്. ഒരു 10+ ഇയേഴ്സ് ആയിട്ട് ഇതിലുണ്ട്. ഈ ഒരു സൈബർ സെക്യൂരിറ്റിയിലുണ്ട് 10+ ഇയേഴ്സ് ആയിട്ട്. ഒരു 10.5 എന്ന് വേണമെങ്കിൽ പറയാം. അതിന് മുൻപ് ഞാൻ പൈത്തണിലായിരുന്നു. ഓക്കെ. എന്ത് കഴിഞ്ഞതാണ് പഠിച്ചത്? ഞാൻ MCA സൈബർ സെക്യൂരിറ്റി. എവിടുന്നായിരുന്നു? അമൃത യൂണിവേഴ്സിറ്റി. അല്ല, ഞാൻ അത് ഓൺലൈൻ ആയിട്ടാ ചെയ്തത്. ഓക്കെ. അല്ല, ജസ്റ്റ് ചോദിച്ചു. ഒരു ഇതുമില്ല, ജസ്റ്റ് ഒരു എന്താണ് ടീച്ചറെ പറ്റി ഒരു ഐഡിയ ഇല്ല. ഞാൻ ഇൻട്രോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ? ഓക്കെ. ഇല്ല. സൈബർ ഗോഡ് യൂട്യൂബ് ചാനലല്ലേ? യൂട്യൂബ്. ഓക്കെ. യൂട്യൂബ് ഉണ്ടായിരുന്നു. അപ്പൊ യൂട്യൂബിലാണോ ആഡ് കണ്ടത്?
ആഡ് കണ്ടത് ലിങ്ക്ഡിനിലാണ്. ആ ആ ഓക്കെ ഓക്കെ. പക്ഷേ എനിക്കറിയാം എങ്ങനെ? ഇൻഡസ്ട്രിയിലുള്ളല്ലേ, അപ്പോൾ ഒബ്വിയസ്ലി അറിയണ്ട. ഓ ഓ ഓക്കെ ഫൈൻ ഫൈൻ. സോ അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി മൺഡേ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. ഓക്കെ, അപ്പം 4 മണിക്ക്. ആ 4 മണിയല്ലേ? അതെ അതെ. ഓക്കെ, ഓക്കെ ബൈ. അപ്പം ശരി, താങ്ക് യു. ഓക്കെ.